അത്തരത്തിലുള്ള കുട്ടികളും രക്ഷിതാക്കളും എൻ്റെ മുന്നിലിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഇന്നലെ അതിരാവിലെ ഒരു രക്ഷിതാവ് എന്നെ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് +2 കഴിഞ്ഞു പെൺകുട്ടിയാണ്. മകൾക്ക് എങ്ങോട്ട് പോകണമെന്ന് കൃത്യമായ നിശ്ചയമില്ലാത്തത് കാരണം എന്തെങ്കിലും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചാൽ കുട്ടി കരയാണ്. കാരണം അത്രയും പ്രഷറുള്ളൊരു സമയമാണ്. ഡിഗ്രിക്ക് ഏത് തിരഞ്ഞെടുക്കണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കൃത്യമായ കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ പേരിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ കുട്ടി ആശങ്കപ്പെട്ട് അസ്വസ്ഥയായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പാരൻസ് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ കുട്ടിക്ക് ദേഷ്യം വരികയാണ്. കാരണം കുട്ടിക്ക് പറയാൻ അറിയില്ല എവിടേക്ക് പോകണം. ഞാൻ ആ കുട്ടിയുടെ രക്ഷിതാവിനോട് ചോദിച്ചു, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ കുട്ടിയോട് സ്കൂളിൻ്റെ അധികൃതർ തന്നെ, അവിടുത്തെ അധ്യാപകർ തന്നെ ഇടപെട്ട് +2 ശേഷം ഏതൊക്കെ വഴിയിലൂടെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ കുട്ടിയോടൊന്ന് ചോദിച്ചു നോക്കൂന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, പ്രൈവറ്റായിട്ടൊരു സ്ഥാപനത്തിലാണ് പഠിച്ചത്, അവിടെ പ്രത്യേകിച്ച് അങ്ങനത്തെ ക്ലാസ്സുകളൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് കുട്ടി വലിയ കൺഫ്യൂഷനിലാണ്, മാത്രമല്ല എന്നും കരച്ചിലാണ്. ആ കുട്ടിയുടെ മാർക്ക് ലിസ്റ്റ് എനിക്ക് അയക്കാൻ പറഞ്ഞു. +2 സയൻസ് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ വിഷയത്തിലും A+ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ കുട്ടിക്കൊരു നിശ്ചയമില്ല എങ്ങോട്ടാ പോകേണ്ടതെന്ന്. ഞാൻ ചോദിച്ചു, ആ കുട്ടിയോട് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. കുട്ടി സംസാരിക്കാൻ റെഡിയായി. സാധാരണ സംസാരിക്കാൻ താല്പര്യം കാണിക്കാത്തൊരു കുട്ടിയാണ്. കുട്ടി സംസാരിക്കാൻ റെഡിയായി, കാരണം കുട്ടിയുടെ ലൈഫാണല്ലോ. കുട്ടി സംസാരിച്ചു തുടങ്ങി. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എങ്ങോട്ടാ പോകേണ്ടത്? കുട്ടി പറയാം, എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, പിന്നെ ഇനിയിപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തരേണ്ടത്? എനിക്ക് നല്ലൊരു വഴി പറഞ്ഞു തരണമെന്ന്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, തിരൂർ ബസ് സ്റ്റാൻഡിൽ, ആ കുട്ടി ചാവക്കാട്ടുകാരിയാണ്, ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ നിങ്ങളിങ്ങനെ ഒരു ബസ് കാത്തു നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങളോട് ചോദിച്ചു, എനിക്ക് നല്ലൊരു ബസ് പറഞ്ഞു തരുമെന്ന്. നിങ്ങൾ നല്ലൊരു ബസ് കാണിച്ചു കൊടുത്തു. ആ കുട്ടി ആ ബസ്സിൽ കയറി. അവർ ഏതാണ്ട് തൃശ്ശൂർ ഭാഗത്ത് എത്തിയപ്പോൾ കണ്ടക്ടർ വന്നിട്ട് ചോദിച്ചു, എങ്ങോട്ടാ പോകണമെന്ന്, ടിക്കറ്റ് എവിടേക്കാണ്? അപ്പൊ കുട്ടി പറഞ്ഞു, കോഴിക്കോട്ടേക്കാണ്. കണ്ടക്ടർ പറഞ്ഞു, ഇത് തൃശ്ശൂരിലേക്ക്, ഇതാണത്, നിങ്ങൾ ഈ ബസ്സിൽ കയറിയിട്ട് എന്താ, ഇത് എറണാകുളത്തേക്കാണല്ലോ പോകുന്നത്. കുട്ടി പറഞ്ഞു, എനിക്ക് കോഴിക്കോട് പോയേ തീരുമെന്ന്. അപ്പൊ കണ്ടക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബസ് മാറി കയറണം. സാധാരണഗതിയിൽ കുട്ടികൾ അവിടെ എത്തുമ്പോൾ, അങ്ങനത്തെ ഒരു ഘട്ടത്തിലെത്തിയാൽ അവിടെ ആള് ഇറങ്ങി കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സിൽ മാറി കയറണം. ആ ആള് ബസ് സ്റ്റാൻഡിൽ നിന്ന് വഴി ചോദിച്ച നിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. നല്ലൊരു ബസ് ചോദിച്ചപ്പോ പറഞ്ഞെന്നൊരു ബസ്സായിരുന്നു, അതിപ്പോ കോഴിക്കോട്ടേക്ക് പോണില്ലത്രേ, എറണാകുളത്തേക്കാ പോണെന്ന്. എന്നെ വഴിയാധാരമാക്കി എന്നെ വഴിയിൽ ഇറക്കി വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി. അയാളെ ഞാൻ കാണുകയാണെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. ചില ആളുകൾ തീരുമാനിക്കുന്നത്, ഏതായാലും വേണ്ടിയില്ല, ബസ്സിൽ കയറിയില്ലേ, ഇനിയിപ്പോ തൃശ്ശൂരെത്തി, ഇത് എറണാകുളത്തേക്കാ പോണെന്ന് പറഞ്ഞു, ഇന്ന് കോഴിക്കോട് പോണില്ലെങ്കിൽ വേണ്ടെന്നാ എറണാകുളത്തേക്കാണെങ്കിൽ എറണാകുളത്തേക്ക് കിടക്കട്ടെ, എറണാകുളത്തേക്ക് ടിക്കറ്റ് എന്ന്. ചില ആൾക്കാർ എറണാകുളത്തേക്ക് കണ്ണും ചുമ്മി ടിക്കറ്റ് എടുക്കും. പല കുട്ടികളും അവരുടെ കരിയറിന്റെ വഴിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ഞാൻ പറയുന്നത്. ചില ആളുകൾ വഴിയിൽ ഇറങ്ങി മാറിക്കേറും, വേറെ ചില ആളുകൾ ഏതായാലും കയറിയല്ലോ എന്ന് കരുതി അത് പൂർത്തിയാക്കാൻ ശ്രമിക്കും. എന്തായിരിക്കും റിസൾട്ട്? മാറിക്കേറിയ ആൾക്ക് സമയനഷ്ടം ഉണ്ടായി, സാമ്പത്തിക നഷ്ടം ഉണ്ടായി, മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടായി, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. മാറിക്കേറണ്ട എന്ന് തീരുമാനിച്ച് അതേ ബസ്സിൽ തുടരാൻ തീരുമാനിച്ച ആൾക്ക് ജീവിതത്തിൽ എങ്ങോട്ടാണോ എത്തേണ്ടത് എന്ന കൃത്യമായ ലക്ഷ്യമില്ലാത്തതിന്റെ പേരിൽ എവിടെയോ എന്ന് എത്തിപ്പെട്ടു, അത്രേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാർ, അനിയത്തിമാർ, അവർക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിന്നോട് ഞാനൊരു ബസ് പറഞ്ഞുതരാം, ഞാനത് ബസ് പറഞ്ഞു തരണമെങ്കിൽ എനിക്കൊരു കാര്യം നീ പറഞ്ഞു തരണം. ഏത് ബസ്സാ പറഞ്ഞു തരേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ബസ് പറഞ്ഞുതരാം, പക്ഷെ നിനക്ക് എവിടേക്കാ പോകാനുള്ളതെന്ന് പറഞ്ഞു തരണം. എങ്ങോട്ടാണ് പോകാനുള്ളത് എന്ന് ചോദിച്ചാൽ മാത്രം ആ കുട്ടി പറയുള്ളൂ. അല്ലാതെ ആ നിൽക്കുന്ന ആള് കേട്ടപാട് ഏതെങ്കിലും ഒരു ബസ് പറഞ്ഞു കൊടുത്തു നോക്കുക, ആ കുട്ടി അബദ്ധത്തിൽ പോയി ചാടും. അതേപോലെ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ഒരു കോഴ്സ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഏത് കോഴ്സ് പറഞ്ഞുതരണമെന്ന് പറയണമെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒന്ന് പറഞ്ഞു തരണം.
അപ്പൊ പറയണം അത് അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല, എവിടേക്കായാലും കുഴപ്പമില്ല, നല്ലൊരു കോഴ്സായാൽ മതി, എന്ത് ജോലി ആയാലും കുഴപ്പമില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, മുന്നിലിരിക്കുന്ന കുട്ടികള് എനിക്ക് ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യം ചെയ്യുമ്പോഴാണ് എനിക്ക് സംതൃപ്തി ഉണ്ടാകുന്നത് എന്ന് പറയാൻ തയ്യാറായാൽ നിനക്ക് പറ്റിയ കോഴ്സ് പറഞ്ഞുതരാൻ പറ്റും. അല്ലെങ്കിൽ കുറെ സംഗതികൾ ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. ഇന്ന് ഞാൻ ഉച്ചവരെ ഏതാണ്ട് 11:30 വരെ ഒരു സ്ഥാപനത്തില് +2 കഴിഞ്ഞ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതില് ഒക്കെ കഴിഞ്ഞ് സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഏതെങ്കിലും പറയാത്ത നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖല ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞപ്പോ ഒരു പെൺകുട്ടി, ഒരു ഹിന്ദു പെൺകുട്ടിയാ, അവള് പറഞ്ഞു ഞാൻ മർച്ചന്റ് നേവിയിൽ ജോലി ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, എന്താ കാട്ടുന്ന ഒരു പിടുത്തമില്ല, ഒന്ന് പറഞ്ഞു തരുമെന്ന്. ഞാൻ ചോദിച്ചു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അതായിരുന്നു, എവിടേക്കാ പോകേണ്ടത് എന്ന് പറയും, അപ്പൊ ഞാൻ കോഴ്സ് പറഞ്ഞുതരാന്ന്. കുട്ടി പറഞ്ഞു ഞാൻ സയൻസിനാണ് പഠിക്കുന്നത്, പക്ഷെ വലിയ മാർക്കൊന്നും ഇല്ല, എനിക്ക് പോകാൻ പറ്റുമെന്നാ. ഞാൻ ചോദിച്ചു, സയൻസ് പഠിക്കണം എന്ന് ഒരു നിർബന്ധമില്ല, മർച്ചന്റ് നേവിയിൽ പോകാൻ സയൻസ് പഠിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. വേറൊരു കുട്ടിക്ക് പൈലറ്റ് ആവാൻ പോകണം, കുട്ടിക്ക് സയൻസ് പഠിക്കണം ഒരു നിർബന്ധമൊന്നുമില്ല. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആൾക്ക് സയൻസിന് പോകാം, കൊമേഴ്സ് കഴിഞ്ഞ ആൾക്ക് പൈലറ്റിന് പോകാം. അതേപോലെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പൈലറ്റ് ആവാൻ വേണ്ടി മാത്രമല്ല, പിന്നെ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിക്ക് പോകാനും ഇങ്ങനെ സയൻസ് മാത്രം പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു ഒഴുക്കെന്താണെന്നറിയോ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ സയൻസ്. കാരണം എല്ലാവരും സയൻസ് ആണത്, അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ കൊടുക്കും. താല്പര്യം നോക്കൂല, ലക്ഷ്യങ്ങൾ നോക്കൂല, ജീവിതത്തിൽ എങ്ങോട്ടാ പോകേണ്ടത് ഒരു നിശ്ചയമില്ല, ഒരു പിടുത്തമില്ല, എന്നിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് പോവാണ് സയൻസിന്. എന്നിട്ട് തീരുമാനിക്കണമെന്നറിയോ, +2 കഴിഞ്ഞതിന് ശേഷം. മാർക്കുള്ളവർക്കും വേണം സയൻസ്, ഇല്ലാത്തവർക്കും വേണം സയൻസ്. ഞാൻ വളരെ വിനയത്തോടെ പറയാണ്, കൃത്യമായ തീരുമാനം എടുത്തിട്ട് +1 ഓപ്ഷൻ നിങ്ങൾ കൊടുക്കേണ്ടത്. വേറെ ചില കുട്ടികളുണ്ട്, സാർ എനിക്ക് വലിയ പേടിയാണ് മാത്സിന്, പക്ഷെ എനിക്ക് സയൻസിന് പോകണം, എന്നിട്ട് ബയോമാത്സ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. മാത്സ് പേടിയാണ്, അതിൽ മാത്സ് പഠിക്കൽ നിർബന്ധ. കുട്ടിക്ക് താല്പര്യം എന്താണെന്നറിയോ, മെഡിക്കൽ രംഗത്തേക്ക് പോകാനാ. മെഡിക്കൽ രംഗത്തേക്ക് പോകാൻ സയൻസിൽ മാത്സ് പഠിക്കാതെ പോകാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ട്. മാത്സ് മാർക്ക് വീക്കായിട്ടുള്ള കുട്ടിക്ക് മാത്സ് പഠിക്കാതെ എൻട്രൻസ് ക്വാളിഫൈ ചെയ്ത്, ഒരിക്കലും മാത്സ് പഠിക്കാതെ എൻട്രൻസ് ക്വാളിഫൈ ചെയ്ത് പിന്നീട് ആ കുട്ടിക്ക് ഡോക്ടർ ആവാൻ ഒരു പ്രശ്നമില്ല, നല്ല അവസരങ്ങളുണ്ട്. എൻ്റെ സ്കൂളില്, ഞാനിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തില്, അവിടെ 2 ഓപ്ഷനുകളുണ്ട് സയൻസിൽ. ഒന്ന് ബയോളജി സയൻസ് ആണ്, അതിൽ ബയോളജി ഉണ്ട്, മാത്സും ഉണ്ട്, ഫിസിക്സും കെമിസ്ട്രിയും സുവോളജി ബോട്ടണി ഒക്കെ അതിന്റെ കൂടെ ഉണ്ട്. അതേസമയം വേറൊരു ഓപ്ഷൻ ഉണ്ട്, അത് സൈക്കോളജി സയൻസ് ആണ്, അതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതേപോലെ സുവോളജി ബോട്ടണി ഒക്കെ ഉണ്ട്. അതിന്റെ കൂടെ മാത്സിന് പകരം സൈക്കോളജിയാണ്, അത് മതി. ആ കുട്ടിക്ക് നീറ്റ് എഴുതാം, ആ കുട്ടിക്ക് മെഡിക്കലിന് പോകാം, ആ കുട്ടിക്ക് പാരാമെഡിക്കലിന് പോകാം, ഒരു തടസ്സമില്ല. പക്ഷെ കുട്ടികൾ അതിനെ കുറിച്ച് ആലോചിക്കൂല. ചില കുട്ടികൾ ഇപ്രാവശ്യം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുമ്പോ കുട്ടികൾ വന്നിട്ട് പറയും, സാർ എനിക്ക് ബയോസയൻസ് ആണ് പഠിക്കണത്, മാത്സിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത്, അപ്പുറത്ത് ബയോളജി സയൻസ് മാത്സ് പഠിക്കുന്നതിന് പകരം നിങ്ങൾക്ക് സൈക്കോളജി പഠിച്ച് പോകാലോ, അതിന് നോക്കിക്കൂടെ. അതറിയില്ലായിരുന്നു. ഇനി അപേക്ഷിക്കാനൊട്ട് സമയമില്ല, അതുകൊണ്ട് ആ കുട്ടിക്ക് ബയോമാത്സ് കിട്ടിയിട്ടുണ്ട്, ബയോമാത്സ് പഠിക്കുന്ന നിർബന്ധമാണ്. ഇനി എന്തുണ്ടാവുമെന്നറിയോ, മാത്സ് പഠിച്ചിട്ട് തലതിരിയും, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാതെയാവും. എന്നിട്ട് +2 റിസൾട്ട് വരുമ്പോൾ മാർക്ക് കുറയും. അപ്പൊ കുട്ടിക്ക് എൻട്രൻസിന് പോകാൻ മൂടുണ്ടാവില്ല, പിന്നെ ആ കുട്ടിക്ക് വേറെ പഠിക്കാനുള്ള മൂടുണ്ടാവില്ല. കാരണം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേൺ ആ ഭാഗത്തെത്തുമ്പോൾ വീക്കായി പോയിട്ടുണ്ട്. അത് കുട്ടിയുടെ കരിയറിനെ മൊത്തം ബാധിക്കും. പല ആളുകളുടെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകാൻ താല്പര്യമുണ്ട്, എന്നിട്ട് ബയോമാത്സ് എടുക്കും. ആ കുട്ടിക്ക് ബയോളജി ഇഷ്ടമില്ലാത്ത കുട്ടിയായിരിക്കാം ചിലപ്പോ. ബയോളജി ഇഷ്ടമല്ലെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് മാത്സും കമ്പ്യൂട്ടർ മാത്രം പഠിച്ച് പോകാൻ പറ്റുന്ന സയൻസിന് നല്ല മേഖലകളുണ്ട്, അത് പഠിച്ച് അങ്ങനെ പോകാൻ പറ്റും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും കുട്ടികളൊക്കെ ഈ +2 മാത്രമാണ്. 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് +2 അല്ലാതെ തന്നെ ഡോക്ടർ ആവാനുള്ള വകുപ്പുണ്ട്. +2 പഠിക്കുന്ന നിർബന്ധമൊന്നുമില്ല. VHSക്ക് പോകാം നിങ്ങൾക്ക്.
VHSC കുറച്ചുകൂടെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും കുറച്ചും കൂടെ എളുപ്പ വഴിയിൽ ജോലി കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. കാരണം VHSCയെ കുറിച്ച് ഒരു ചിന്തയില്ല ആർക്കും. ഒരു കുട്ടി സാധാരണ +2 കൊടുക്കുന്നതിന് കൂടെ +1 അപേക്ഷ കൊടുക്കുന്നതിന് കൂടെ VHSC വെറുതെ കൊടുത്തു. പക്ഷെ ആ കുട്ടിക്ക് VHSC കിട്ടി. ഇപ്പൊ കരയാണ്, VHSC കിട്ടി, ഇനിയിപ്പോ എന്താ കാട്ടുക, ഞാൻ എന്താ കാട്ടെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു VHSCക്ക് പോയിട്ട് ജോയിൻ ചെയ്യണം. അപ്പൊ പറയാം, അപ്പൊ എനിക്ക് ഡോക്ടറാകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ആരെ പറ്റൂല എന്ന് പറഞ്ഞത്? ആരോ പറഞ്ഞു സയൻസ് +2 സയൻസ് എടുത്താൽ മാത്രമേ ഡോക്ടറാകാൻ പറ്റൂ. ധാരണ പെശകുകളുണ്ട്, തിരുത്തണം. കാരണം എന്താ അറിയോ? സ്വസ്ഥമായി 2 കൊല്ലം പഠിക്കാനുള്ളതാണ് കുട്ടികൾ. +2 പോകുമ്പോൾ 2 കൊല്ലം പഠിക്കാനുള്ള, ആ 2 കൊല്ലം എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റണം കുട്ടികൾക്ക്. അല്ലെങ്കിൽ ആ കുട്ടിയുടെ +2 നഷ്ടപ്പെടും, 2 കൊല്ലത്തെ ജീവിതം നഷ്ടപ്പെടും. സ്വസ്ഥതയും സമാധാനം ഇല്ലാതാകും, ടെൻഷൻ മാത്രം ബാക്കിയാകും. 2 കൊല്ലം ടെൻഷൻ അനുഭവിക്കുന്ന ഒരു ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ആ കുട്ടിയുടെ മാനസിക ശാരീരിക വളർച്ചയിലൊക്കെ ആ ടെൻഷൻ കാണും. അതൊക്കെ കുട്ടിയെ ബാധിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികൾ ഇതൊന്നും അറിയാതെ പോയി പെട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് എവിടേക്കെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയ ബസ്സിന് പോവുക, അതാ ചെയ്യണത്. അവിടെയാണ് പല മാറ്റങ്ങളും വരുത്തേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. പിന്നെ മറ്റൊരു പ്രശ്നം, ഇനി +2 കഴിഞ്ഞ കുട്ടികളുണ്ടാകും. +2 കഴിഞ്ഞാലാണ് അതിനേക്കാൾ വലിയ പ്രശ്നം. കാരണം +2 കഴിഞ്ഞ് എങ്ങോട്ട് പോകും എന്നുള്ളത് അതിലേറെ വലിയ പ്രശ്നമാണ്. കാരണം കുട്ടി പഠിച്ചതനുസരിച്ച് ആ കുട്ടിയുടെ കോമ്പിനേഷൻ അനുസരിച്ച കോഴ്സുകൾക്ക് മാത്രമേ കുട്ടിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതും പ്രശ്നമാണ്. ആ കോമ്പിനേഷൻ നേരത്തെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് +2 ശേഷമുള്ള കാലം ആ കുട്ടി വീണ്ടും ടെൻഷൻ അടിക്കാൻ പോവാണ്. ജീവിതത്തെ അങ്ങനെ എവിടെങ്കിലും കൊണ്ട് ഒതുക്കിയിടരുത്. ഞാൻ ചോദിക്കട്ടെ, സയൻസിന് പോകാൻ താല്പര്യമുള്ള, മെഡിക്കലിന് പോകാൻ താല്പര്യമുള്ള എത്ര കുട്ടികളുണ്ടെന്ന് കൈവന്തിക്കോ? മെഡിക്കലിന് താല്പര്യമുള്ളവരും കൈവന്തിക്ക്. കൈവന്തിക്കാൻ മടിക്കണം എന്തിനാ? ധൈര്യമായിട്ട് കൈവന്തിച്ചോ. ഒരാളുള്ളോ? മെഡിക്കലിനാണോ? ഇവിടെ മെഡിക്കലാണോ? ആണോ? ധൈര്യമായിട്ട് കൈവന്തിക്ക്. ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങളുടെ മനസ്സിൽ ഡോക്ടറാവണമെന്ന് താല്പര്യം ഉണ്ട് നിൽക്കാം, പക്ഷെ അത് ആരോടും പറയില്ല. ആര് ചോദിച്ചാലും കൈവന്തിക്കൂല. തീരെ ആ ഒരു സ്വപ്നം പുറത്ത് പറയാൻ തയ്യാറാവണം ഞാൻ നിൽക്കുക. പുറത്ത് പറയാൻ ധൈര്യമില്ലാത്ത സ്വപ്നം പൂവണിയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നും ഗ്യാരണ്ടി തരാം. സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ തുറന്ന് പറയാൻ പറ്റണം. പറഞ്ഞാലേ അത് ആളുകൾ അറിയുള്ളൂ, അപ്പോഴേ സഹായിക്കാൻ പറ്റുള്ളൂ. തുറന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് പോകേണ്ട വഴിയെ കുറിച്ച് കേട്ട ആളുകൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. സ്വപ്നം അവിടെ ഉണ്ട്, ആരോടും പറയില്ലെന്നെങ്കിൽ അത് കീഴടക്കാൻ നിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് ഉള്ളത് തുറന്ന് പറയാൻ റെഡി ആവണം. 2 ആളുകൾ കൈവന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് എനിക്കറിയില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ? നിങ്ങളുടെ മാർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. നിങ്ങൾക്ക് പഠിച്ചു പോകാനുള്ള മേഖലയെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് ബോധ്യമുണ്ടല്ലോ അല്ലേ? ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? സാധാരണഗതിയിൽ മാർക്ക് തുലം കുറവാണെങ്കിൽ നിങ്ങൾക്ക് +2 ശേഷം മെഡിക്കലിന് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ചെലവ് വരുന്നു വല്ല പിടുത്തമുണ്ടാ? ഇത് ഇപ്പൊ +2 കഴിഞ്ഞ +2 ആണോ അതോ 10ാം ക്ലാസ് ആണോ? ഓക്കെ, ഇപ്പോഴാണ് അത് അറിയേണ്ടത്. ഇപ്പൊ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഇത് കേൾക്കുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും. 10ാം ക്ലാസ്സിൽ ഇപ്പൊ പഠിക്കുന്ന കുട്ടികളോ +1 പഠിക്കുന്ന കുട്ടികളോ ഉണ്ടെങ്കിൽ വേഗം നല്ല മനസ്സിലാക്കി വെച്ചോളി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാർക്ക് വേണ്ടോളം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലെ മെഡിക്കലിന്റെ പ്രവേശനം ഇച്ചിരി പ്രയാസം ഉണ്ടാക്കും. കാരണം കൊറോണക്ക് മുമ്പ് നമ്മുടെ പരിസരത്ത് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടിക്ക് സീറ്റ് ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ ചോദിച്ചത് 45 ലക്ഷം രൂപയാണ് സീറ്റിന് ചോദിച്ചത്. പിന്നെ സെമസ്റ്ററൊക്കെ ഫീസ് വേറെ ഉണ്ട്, പിന്നെ ഭക്ഷണത്തിന് ഫീസ് വേറെ ഉണ്ട്, താമസത്തിന് ഫീസ് വേറെ ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽസിന് വേറെ ഉണ്ട്. ഒക്കെ വെച്ചിട്ട് കണക്കൂട്ടി പെൺകുട്ടിയുടെ ബാപ്പ പറഞ്ഞു, പൊന്നാര സാറേ ഇത് നമ്മൾ കൊണ്ട് താങ്ങിയ പൊന്തൂലാന്ന്. ആ കുട്ടി ആ പഠനം അവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. വലിയ സ്വപ്നമായിരുന്നു അത്. ആ കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ കരയണത്? അപ്പൊ എന്നോട് പറയാം, ഇതൊക്കെ നേരത്തെ അറിയണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പഠിക്കായിരുന്നു എന്ന്. അതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരെ അനിയത്തിമാരെ പറയാനുള്ളത്. നേരത്തെ അറിഞ്ഞോളി, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തോളി. മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല പണം കൊടുക്കേണ്ടി വരും. അങ്ങനെ 5 കൊല്ലം MBBS കഴിയുമ്പോൾ 1 കോടിക്ക് മേലെ ചെലവ് വരുന്നുണ്ട്. ഇനി MBBS കഴിഞ്ഞു നിൽക്കുക. ഡോക്ടർ നാസിമുദ്ദീൻ MBBS കഴിഞ്ഞത് അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനാണ്. എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ്, എൻ്റെ ഒരു സ്റ്റുഡന്റ് കൂടെ. MBBS അമല മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞിട്ട് അവന് അവിടെ തന്നെ MDക്ക് വേണ്ടിയിട്ട് സീറ്റ് അന്വേഷിക്കാൻ വേണ്ടി പോയതാ. ചോദിച്ചത് അവർ എത്ര രൂപ എന്നറിയോ? MD ആകെ 8 സീറ്റാണുള്ളത്.
8 സീറ്റില് ഒരു സീറ്റിന് അവർ ചോദിക്കുന്നത് 1.25 കോടി രൂപ. 1,25,00,000 രൂപയാണ് സീറ്റിന് ചോദിച്ച്. ആലത്തുകാരനാണ്. സീറ്റിന് ചോദിച്ച 1.25 കോടിയാ. അവന്റെ കണ്ണ് തള്ളിപ്പോയി. പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു നമ്മക്കൊണ്ട് പറ്റൂല. തിരിച്ചു പോന്നിട്ട് അവൻ ആ സ്വപ്നം ഒഴിവാക്കി. MD എന്ന സ്വപ്നം ഒഴിവാക്കി. ഇനി അവനക്ക് അത്രയും പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലോണം അധ്വാനിക്കണം. അവനൊരു കാര്യം തീരുമാനിച്ചു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ PSCക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഗവൺമെന്റ് ഡോക്ടറായിട്ട് മാറട്ടെ എന്ന്. നന്നായി പഠിച്ചു, നല്ലോണം പ്രിപ്പയർ ചെയ്തു, PSC എഴുതി, ക്വാളിഫൈ ചെയ്തു. അട്ടപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് അവനെ നിയമിച്ചു. അങ്ങനെ അട്ടപ്പാടി ഗവൺമെന്റ് ഡോക്ടറായിട്ട് 1-2 കൊല്ലം കടന്നു. പ്രൊബേഷനൊക്കെ ഡിക്ലെയർ ചെയ്തു. 3 കൊല്ലം കഴിഞ്ഞു. അപ്പോ വീണ്ടും അവന്റെ പഴയ ആഗ്രഹം വന്നു, MD ആവണം. വെറും ഒരു MBBS കൊണ്ട് ഒന്നും ആവില്ല. അതുകൊണ്ട് വെറും ഒരു ഡോക്ടറായിട്ട് മാത്രം നിൽക്കാൻ കഴിയില്ല, എനിക്ക് സ്പെഷ്യലൈസ് ചെയ്യണം. ഞങ്ങൾ തീരുമാനമെടുത്തു 6 മാസം ലീവ് എടുക്കാന്ന്. 6 മാസം ലീവ് എടുത്തു. 4 മാസക്കാലം അട്ടപ്പാടിയിൽ അവന്റെ റൂമിൽ ഇരുന്ന് പഠിച്ചു. അവൻ ഡോക്ടർ നാസിമുദ്ദീൻ ഇരുന്ന് പഠിച്ചു, അധ്വാനിച്ച് പഠിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ റിസൾട്ട് എന്തായിരുന്നു അറിയോ? തലച്ചോറ് പണയം വെക്കാത്ത നാസിമുദ്ദീൻ അധ്വാനം മുഴുവൻ, കോൺസെൻട്രേഷൻ മുഴുവൻ അതിൽ കൊടുത്തു. ഞാൻ ചിലപ്പോൾ വിളിക്കാറുണ്ട്, ഫോൺ എടുക്കൂല. ഏതെങ്കിലും സമയത്ത് സൗകര്യം ഉണ്ടെങ്കിൽ തിരിച്ചു വിളിക്കും, അത്രേ ഉള്ളൂ. അതെല്ലാവരോടും അങ്ങനെ തന്നെ. സോഷ്യൽ മീഡിയയിൽ നിന്ന് കംപ്ലീറ്റ് സൈൻ ഔട്ട് ആയി. ആലോചിക്കാൻ കഴിയും നിങ്ങൾക്ക്? സോഷ്യൽ മീഡിയയിൽ നിന്ന് സൈൻ ഔട്ട് ആവുകയാണെന്ന് പറഞ്ഞാൽ, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്താളെന്ന് പറഞ്ഞാൽ താങ്ങോ നിങ്ങൾക്ക്? കുട്ടികളെ പറ്റൂല നമുക്ക്. ഇനി വാട്സപ്പ് വേണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ നടക്കുന്ന? അതൊക്കെ നടക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ പറയാം, വേണമെങ്കിൽ 1.25 കോടി രൂപ ചെലവഴിച്ച് ജോയിൻ ചെയ്യേണ്ട MD പോസ്റ്റിലേക്ക് 1 രൂപ പോലും ചെലവഴിക്കാതെ അവൻ പരീക്ഷ എഴുതി. 6 മാസക്കാലം ലീവ് എടുത്ത് 4 മാസം ഇരുന്ന് പഠിച്ചു. MDയുടെ എൻട്രൻസ് എഴുതി, ക്വാളിഫൈ ചെയ്ത് അവന് കിട്ടിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജില് MDക്ക് അവൻ പഠിക്കാൻ കയറി. 3 കൊല്ലം കയറി. ഉടനെ കൊറോണ വന്നു. കൊറോണക്ക് അവിടെ പെട്ടു. 5 തവണ അവനക്ക് കൊറോണ വന്നിട്ടുണ്ട്. നല്ല പണിയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ ഒരു മെഡിക്കൽ കോളേജിന്റെ പേര് ചോദിച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജാ പറയാം. എല്ലാ തരത്തിലുള്ള രോഗങ്ങളും. കാരണം എന്താ അറിയോ? അതിന്റെ പരിസരത്തെ ഭൂപ്രദേശം അങ്ങനെയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്തെ പ്രത്യേകത, അവിടെ തീരപ്രദേശങ്ങളുണ്ട്, അവിടെ സമതല പ്രദേശങ്ങളുണ്ട്, അവിടെ വനം പ്രദേശങ്ങളുണ്ട്, അവിടെ മലമ്പ്രദേശങ്ങളുണ്ട്. എല്ലാ തരത്തിലുള്ള പ്രദേശങ്ങളും അവിടെ ഉണ്ട്. അതിന് ചുറ്റുമുണ്ട്. വയനാട് അടക്കമുള്ള പ്രദേശങ്ങളുടെ ഒരു മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള രോഗങ്ങളെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധം കേരളത്തിലെ മെഡിക്കൽ താല്പര്യമുള്ള കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് 1 രൂപ പോലും കൊടുക്കാതെ MDക്ക് അവൻ സീറ്റ് വാങ്ങിച്ചത്. 3 കൊല്ലം പഠിച്ചു. MD കഴിഞ്ഞു. തൊട്ടടുത്ത അവനെ പോസ്റ്റ് ചെയ്തത് എവിടെയെന്നറിയോ? ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജില്, ജില്ലാ മെഡിക്കൽ കോളേജില് DMO ആയിട്ട്, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറായിട്ട് അവൻ അപ്പോയിന്റ് ചെയ്തു. ഗസറ്റഡ് ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്തു. കുറച്ചു കാലം അവിടെ നിന്നു. പൊന്നാനിയിലേക്ക്, തിരൂരിലേക്ക് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ എഴുതി കൊടുക്കുന്ന സമയത്ത് അട്ടപ്പാടിയിൽ അവരുടെ സുഹൃത്തുക്കൾ ചെന്നിട്ട് പറഞ്ഞു, അവൻ തിരിച്ച് അട്ടപ്പാടിയിലേക്ക് തന്നെ വരണം. അത് അവന്റെ ക്വാളിറ്റി കൊണ്ടായിരുന്നു. 15 മിനിറ്റ് മാത്രം യാത്ര ചെയ്ത് എത്താൻ പറ്റുന്ന ഹോസ്പിറ്റലിലേക്ക് DMO ആയിട്ട് വരേണ്ട ഡോക്ടർ നാസിമുദ്ദീൻ 4.5 മണിക്കൂർ ഓടേണ്ട അട്ടപ്പാടിയിലേക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ ട്രാൻസ്ഫർ വാങ്ങിച്ചു. 4.5 മണിക്കൂർ ഓടണം, അങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ചു. അവിടെ ട്രാൻസ്ഫർ വാങ്ങിച്ചു എന്ന് മാത്രമല്ല, അവിടെ അവൻ നിയമിതനായി. അവിടെ ഇപ്പോ DMO ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെ? അതിനുണ്ട് ഇതേപോലെ ചില ടെസ്റ്റുകൾ. AFMC കേട്ടവരൊന്ന് കൈവന്തിക്കും. AFMC എന്ന് കേട്ടവര്, AFMC എന്ന് കേട്ട രക്ഷിതാക്കളോ കുട്ടികളോ ഉണ്ടെങ്കിലും ഒന്ന് കൈവന്തിക്ക്. കേട്ടില്ല? എന്നാ കേട്ടോളണം, നിർബന്ധമാണ്. AFMC എന്ന് പറയുന്നത് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. AFMC, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. എന്താ പ്രത്യേകത എന്നറിയോ? AFMC ക്വാളിഫൈ ചെയ്താൽ, AFMCയിൽ ജോയിൻ ചെയ്യുന്ന കുട്ടി 5 കൊല്ലമല്ല MBBS പഠിക്കുന്നത്, 7 കൊല്ലമാണ്. 5 കൊല്ലം MBBSഉം 2 കൊല്ലം MDയും അടക്കം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും. ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കും. എത്ര രൂപ ഫീസ് കൊടുക്കണം? 8,000 രൂപ മെഡിക്കലിന്,
36,000 രൂപ കൊടുത്തില്ലേ? MBBS-നും PG-ക്കും ഒക്കെ കൊടുത്തില്ലേ? ഒന്നും കൊടുക്കണ്ട. ഗവൺമെന്റ് ഫീസ് ഒന്നുമില്ല. പിന്നെന്താ ഉള്ളത്? 1 രൂപ പോലും ഫീസ് ഇല്ല. ഫുൾ ഫ്രീ ആണ്. ആർക്ക്? ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ ക്വാളിഫൈ ചെയ്യുന്ന കുട്ടിക്ക്. എന്താ വേണ്ടത്? തലച്ചോറ്, വേറൊന്നും വേണ്ട. ആ തലച്ചോറ് ഇല്ലാത്തവരാണ് ഇരിക്കുന്നത്? അല്ല. പിന്നെന്ത്? വർക്ക് ചെയ്യൂല? വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളെ വെറുതെ കുറ്റം പറയണ്ടെന്നാ പറയാ. വർക്ക് ചെയ്യും, പക്ഷേ കോൺസെൻട്രേഷൻ കിട്ടൂല. കാരണം എന്താ അറിയോ? കുറച്ച് നേരം ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴേക്കും ഒരു കിളി ഒച്ച കേൾക്കുമ്പോ നിങ്ങൾ ഫോണുമൊക്കെ പോകും. കാരണം സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആണ്. സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നിന്ന് മാറി നിന്നിട്ട് ശരി ഡിവോഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാകും. ആ തലച്ചോറ് മതി. എല്ലാവരും നാസിമുദ്ദീനെ എനിക്കറിയാം ബേസിക്കലി, അതേപോലെ ഹബീബ് നൗഫലിനെ ബേസിക്കലി എനിക്കറിയാം. ഇവരാരും അത്ഭുതകരമായ ജന്മങ്ങളാണെന്നൊന്നും ആരും പറയണ്ട. അവരെ A to Z അറിയുന്ന ആളാ ഞാൻ, അതുകൊണ്ടായി പറഞ്ഞത്. സാധാരണ കുടുംബത്തിൽ ജനിച്ച കുട്ടികളാ. ഇനി പറയട്ടെ, AFMC കിട്ടാൻ ഈ ഇരിക്കുന്ന തലച്ചോറില്ലേ കുട്ടികളുടെ, ഈ തലച്ചോറ് ധാരാളമാണ്. അതിലപ്പുറത്തൊന്നും വേണ്ട. കൃത്യമായ അടുക്കും ചിട്ടയിലുള്ള പ്രവർത്തനം, അത് മാത്രം മതി. നല്ല പ്രാർത്ഥനയും, നല്ല അടുക്കും ചിട്ടയുള്ള പ്രവർത്തനം, നന്നായി ഒരുങ്ങുക, പിന്നെ നന്നായി പ്രാർത്ഥിക്കുക, ഇതുണ്ടായാൽ മതി. നിങ്ങൾക്കറിയോ AFMC കിട്ടിയാല് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയോ? AFMC കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 1, 1 രൂപ ഫീസില്ല. 1 രൂപ പോലും ഫീസില്ല. 1. രണ്ടാമത്തത്, യൂണിഫോം AFMC സൗജന്യമായിട്ട് തരും. പാഠപുസ്തകങ്ങൾ, സ്റ്റഡി മെറ്റീരിയൽ AFMC സൗജന്യമായിട്ട് തരും. പിന്നെ നമുക്ക് അടുത്ത AFMC, ഇന്ത്യയിൽ 4 AFMC-കളുള്ളത്. നമുക്ക് അടുത്തുള്ളത് പൂനെയിലേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് തിരൂരിന്നല്ലേ റെയിൽവേ അല്ലേ? തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൂനെയിലേക്ക് പോകാനും പൂനെയിൽ നിന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷൻ തിരിച്ചു വരാനുള്ള AC ടിക്കറ്റ് AFMC തരും. നാട്ടിലേക്ക് പോകാനും നാട്ടിലേക്ക് ഇവിടേക്ക് ഇങ്ങോട്ട് വരാനും അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് AFMC തരും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ 1 രൂപ പോലും ചെലവില്ലാതെ അവർ ചികിത്സിക്കും. മെഡിക്കൽ കോളേജാണല്ലോ, എത്ര രൂപ ചെലവ് വന്നാലും അവർ ചികിത്സിക്കും. എന്തെങ്കിലും അസുഖം വന്നാൽ ഒന്നും നമ്മൾ അറിയണ്ട, എല്ലാം അവർ ചികിത്സിക്കും. മരണപ്പെട്ടാൽ മയ്യത്ത് അവിടുന്ന് നാട്ടിലെത്തിച്ച് മറവ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ചെലവും AFMC എടുക്കും. പുറമെ ഓരോ മാസം 14,000 രൂപ പോക്കറ്റ് മണി തരും. എത്ര കൊല്ലം? 7 കൊല്ലം. ഓരോ മാസം 14,000 രൂപ പോക്കറ്റ് മണി തരും. 7 കൊല്ലം. ശരിക്കും മനസ്സിലാക്കണം. 7 കൊല്ലം പോക്കറ്റ് മണി തന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾക്ക് ഭക്ഷണം തരും, നിങ്ങൾക്ക് താമസ സൗകര്യം തരും, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ തരും, നിങ്ങളുടെ യൂണിഫോം തരും, നിങ്ങൾക്ക് ചികിത്സ തരും, നിങ്ങൾക്ക് യാത്രാ ബത്ത തരും. എന്താ വേണ്ടത്? ഇതൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു സ്വപ്നമാണ്. തലച്ചോറുണ്ടെങ്കിൽ മര്യാദക്ക് പ്രവർത്തിച്ചാൽ അത് കിട്ടും. നിങ്ങൾ 7 കൊല്ലം പഠിച്ച് തീർത്താൽ, ഇപ്പൊ MBBS 5 കൊല്ലം, അത് കഴിഞ്ഞാൽ പിന്നെ എൻട്രൻസ് ഒന്നുമില്ല. MBBS ഇന്ന് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് MD-യുടെ ക്ലാസ് തുടങ്ങാം. വേറെ എൻട്രൻസ് ഒന്നുമില്ല. 1.25 കോടിയില്ല, 45 ലക്ഷം ഇല്ല, ഒന്നുമില്ല. നേരെ ക്ലാസ് തുടങ്ങാം. അങ്ങനെ നിങ്ങൾ 7 കൊല്ലം പൂർത്തീകരിച്ചാൽ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് പിന്നെ ഒരു ഗവൺമെന്റ് പരീക്ഷ എഴുതിയിട്ട് നിങ്ങളെ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട്, നേരത്തെ നാസിമുദ്ദീൻ PSC എഴുതിയിട്ട് കയറി എന്ന് പറഞ്ഞില്ലേ, ഇതൊരു PSC ഇല്ല, ഒരു UPSC ഇല്ല, SSC ഇല്ല, RRB ഇല്ല. പിന്നെ നേരെ എന്താണെന്നറിയോ? നേരെ പിടിച്ച് അങ്ങോട്ട് ഡോക്ടറാക്കും. ഡോക്ടറായിട്ട് നേരെ നിങ്ങളെ അപ്പോയിന്റ് ചെയ്യും. എവിടെ? ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ നിങ്ങളെ ഡോക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യും. ഏതാ പോസ്റ്റ് എന്നറിയോ? ഗസറ്റഡ് പോസ്റ്റാണ്. നേരെ നിങ്ങളെ ഗസറ്റഡ് പോസ്റ്റിൽ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ജോലി ചെയ്യണം. എത്ര കൊല്ലം ജോലി ചെയ്യണം? 7 കൊല്ലം മാത്രം ജോലി ചെയ്താൽ മതി. 7 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടയർഡ് ആകും. 7 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടയർഡ് ആകും. റിട്ടയർഡ് ആയാൽ അവിടെ മുതൽ നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങൾക്കും, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ആർക്കും പെൻഷൻ കിട്ടും. റിട്ടയർഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടാകും അറിയോ? 32 വയസ്സായിരിക്കും. സമയത്ത് 32 വയസ്സായിരിക്കും. ഇപ്പൊ ഓരോരുത്തർ ഗവൺമെന്റ് സർവീസിൽ കയറുന്നത് 32-ലാണ്. അപ്പോഴാണ് നിങ്ങൾ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് ഇറങ്ങുന്നത്. AFMC റിട്ടയർഡ് ഡോക്ടർമാരുടെ ക്വാളിറ്റി എന്താണെന്നറിയോ? AFMC റിട്ടയർഡ് ഡോക്ടർമാർ ഹൈ ക്വാളിറ്റി ഉള്ളവർ. അവര് പട്ടാളക്കാരെ മാത്രമാണ് അവിടെ ചികിത്സിക്കുന്നത്. ഇനി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്രയും മത്സരത്തിലൂടെയാണ് അവർ കടന്നു വരുന്നത്. അത് റിട്ടയർഡ് ആവുന്ന ഡോക്ടർക്ക് നിലം തൊടാൻ പറ്റൂല, അത്ര ഡിമാൻഡ് ആയിരിക്കും.
പെരിന്തൽമണ്ണയിൽ ഒരു ഡോക്ടർ ഉണ്ട്, FMC റിട്ടയർഡ് ഡോക്ടറാ. അയാളെ രാവിലെ 6 മണി മുതൽ 9 മണി വരെ അയാളെ വീട്ടിൽ ക്യൂ ആണ്. ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കും. അവർക്ക് ഒരാളെ നോക്കാൻ എത്ര രൂപയാണെന്ന് അറിയോ? കൺസൾട്ടേഷൻ ഫീസ് 750 രൂപയാണ് ഒരാളെ നോക്കാൻ. രാവിലെ 6 മണി മുതൽ 9 മണി വരെ നോക്കും. പിന്നെ അയാൾ ഹോസ്പിറ്റലിലേക്ക് പോകും. അയാളിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് വേറൊരു ഹോസ്പിറ്റലിൽ. FMC റിട്ടയർഡ് ആയാൽ 32 വയസ്സ് നിങ്ങൾക്ക് ആയിട്ടുണ്ടാവുള്ളൂ. ഒരു ആനുകൂല്യം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് PSC വേണമെങ്കിൽ എഴുതാം, UPSC എഴുതാം, RRBയും SSCയും എഴുതാം. എഴുതിയാലോ നിങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ മെഡിക്കൽ കോളേജുകളിൽ വീണ്ടും ഡോക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടും. അപ്പോ ആ ഡോക്ടറിന്റെ ശമ്പളം കിട്ടും, നേരത്തെ FMCയുടെ പെൻഷനും കിട്ടും. അറിഞ്ഞില്ല എന്ന് പറയരുത്. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്നറിയോ? ഈ 7 കൊല്ലമില്ലേ, പഠിക്കണ 7 കൊല്ലമില്ലേ, +2 കഴിഞ്ഞിട്ടുള്ള 7 കൊല്ലം, ആ 7 കൊല്ലത്തിലിടക്ക് പഠനം നിർത്താൻ പാടില്ല. പിന്നെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, കല്യാണം കഴിക്കാൻ പാടില്ല. അത് നിയമമാണ്. നിർത്തിയാൽ, കല്യാണം കഴിച്ചാൽ 1 കോടി രൂപ ഫൈൻ കൊടുക്കണം. അത് പറയുമ്പോ വലിയ ബേജാറാണ്. അതുവരെ ആനുകൂല്യങ്ങൾ കിട്ടുമ്പോ വായം പിടിച്ചിരിക്കുകയാണ്. ആനുകൂല്യം ഇങ്ങനെ വാങ്ങിക്കൂട്ടല്ലേ. അപ്പോ അല്ല, ഞാൻ പറയണത് 7 കൊല്ലം ഇങ്ങനെ പഠിച്ചിട്ട് ഇത്രയും ആനുകൂല്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലിടക്ക് നിർത്തിയാല് പിന്നെ 1 കോടി കൊടുത്താൽ വരെ ഓനെ തൂക്കി കൊല്ലണം എന്നാ ഞാൻ പറയാ. അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അവസരമല്ലേ കളയണത്? അങ്ങനെ അവസരം കളയാൻ പാടില്ല. ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള അവസരം ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് 1 കോടി ഫൈൻ കൊടുക്കണം എന്നാണ് രാജ്യത്തിന്റെ നിയമം. ഒരു കുട്ടി ഇന്ന് എന്നെ കണ്ട് സംസാരിച്ച കുട്ടീനോട് ചോദിച്ചു, എനിക്ക് നേവിയിൽ ഒരു ഉദ്യോഗസ്ഥനാവാനൊക്കെയാണ് താല്പര്യം, പിന്നെ പൈസ ഇല്ലാതെ പഠിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാവോ? ഞാൻ പറഞ്ഞുണ്ട്. എന്താ മാർഗം എന്ന് ചോദിച്ചു. NDA എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? NDA കേട്ടൊരു കഴിയുമ്പോഴത്തേക്ക് NDA കേട്ടൊരു നാഷണൽ ഡിഫൻസ് അക്കാദമി. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിങ്ങൾ പരീക്ഷ എഴുതി ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് പൈലറ്റ് ആവാൻ, നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആവാൻ, നിങ്ങൾക്ക് കപ്പലിൽ മറ്റു ജോലികൾ നേടാൻ, വിമാനത്തിലെ മറ്റു ജോലികൾ നേടാൻ, അതേപോലെ ഇന്ത്യൻ ആർമിയിൽ കെമിക്കൽ എഞ്ചിനീയർ ആവാൻ, ഇന്ത്യൻ ആർമിയുടെ വെപ്പൺ മേക്കിംഗ് രംഗത്തേക്ക് പോകാൻ, അങ്ങനത്തെ വലിയ വലിയ ഉദ്യോഗങ്ങളിലേക്ക് പോകാൻ 1 രൂപ പോലും പഠിക്കാതെ പോകാനുള്ള സംവിധാനമാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി. അത് ഡിഫൻസിന് മാത്രമായിട്ടുള്ളതാണ്. അവിടെ ഡോക്ടർ ആവുന്ന ആള് ഡിഫൻസിലാണ് ഡോക്ടർ ആകുന്നത്. അവിടെ എഞ്ചിനീയർ ആവുന്ന ആള് ഡിഫൻസിലാണ് എഞ്ചിനീയർ ആവുന്നത്. അവിടെ പൈലറ്റ് ആവുന്ന ആള് ഡിഫൻസിലാണ് പൈലറ്റ് ആവുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. പൈസ കൊടുക്കാതെ പഠിക്കാൻ പറ്റും. കുറച്ച് ജോലി ചെയ്താൽ മതി, വേഗം റിട്ടയർഡ് ആവാം. റിട്ടയർഡ് ആയാൽ വീണ്ടും നിങ്ങൾക്ക് ജോലിക്ക് പോകാം. വലിയ ആനുകൂല്യങ്ങളുണ്ട്. ഇനി വേറൊരു കാര്യം നോക്കുക. അപ്പൊ ചോദിക്കും, ഹ്യൂമാനിറ്റീസും കൊമേഴ്സും അതേപോലെ സയൻസിലെ മറ്റു വിഷയങ്ങളൊക്കെ പഠിച്ച്, ബയോളജി പഠിക്കണം ഒരാൾക്ക്, വേറൊരാൾക്ക് കെമിസ്ട്രി പഠിക്കണം, ഒരാൾക്ക് ഫിസിക്സ് പഠിക്കണം, സുവോളജി പഠിക്കണം, ബോട്ടണി പഠിക്കണം. പോകാൻ നിങ്ങൾക്ക് വഴികളുണ്ട്. ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ അത്തരത്തിലുള്ള കോഴ്സ് പഠിക്കണമെങ്കിൽ ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കണം. അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു പൊട്ട സ്ഥാപനത്തിൽ പോയി പഠിച്ച് തീർക്കുകയോ ചെയ്യാം. 5 കാശിന് വില ഉണ്ടാവില്ല, അത്രേ ഉണ്ടാവുള്ളൂ. ഡിഗ്രി എവിടുന്ന് തീർക്കാം? ഇന്ത്യയിൽ സയൻസ് ഡിഗ്രികൾ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട സ്ഥാപനം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? സയൻസിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ ചെയ്യേണ്ട സ്ഥാപനം എന്നറിയോ? ഇന്ത്യയിലെ നമ്പർ 1 IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അവിടെയാണ് ഡിഗ്രി ചെയ്യേണ്ടത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഡിഗ്രി കഴിഞ്ഞ ആള് PGക്ക് വേറെ എവിടെയും പോടാ, ഇന്റഗ്രേറ്റഡാ, അവിടെ തന്നെ PG കഴിയും. PG കഴിഞ്ഞാൽ നിങ്ങൾ നേരെ റിസർച്ചിനാ പോവുക. അങ്ങനെയാണ് സയന്റിസ്റ്റ്. മനസ്സിലായോ? അപ്പൊ എല്ലാവരും ഡോക്ടർ ആവണം നിർബന്ധമൊന്നുമില്ല. എല്ലാവരും എഞ്ചിനീയർ ആവണ്ട, എല്ലാവരും പൈലറ്റ് ആവണ്ട, എല്ലാവരും ക്യാപ്റ്റൻ ആവണ്ട, എല്ലാവരും വിമാനത്തിൽ മാത്രം ജോലി ചെയ്യണ്ട. എല്ലാവരും ഇപ്പൊ കുറച്ച് പേടി ഉണ്ടാവും വിമാനത്തിൽ ജോലി ചെയ്യുന്നൊക്കെ പറയുമ്പോ, അല്ലേ? ഒരാഴ്ചയായിട്ട് ഒരു പേടിയുണ്ട്. അല്ലാഹ്, അങ്ങനല്ലേ അല്ലേ? ഒരാള് പോലും ബാക്കിയല്ല, ആരോ ഒരാൾ അല്ലേ എമർജൻസി എക്സിറ്റ് വഴി അറിയാണ്ട് പുറത്ത് ചാടിയതല്ല, തെറിച്ചു പോയതാണ്. അങ്ങനെ രക്ഷപ്പെട്ടതാ. 11A സീറ്റ്. അത് മുമ്പും ഒരു വിമാനത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇരുന്ന ആള് പുറത്തേക്ക് തെറിച്ചുപോയി. അപ്പൊ പിന്നെ ഇനി ആലോചിക്കണം എന്തായിരിക്കും, എന്നാ ഞാൻ അവിടെ ഇരിക്കണ്ട, വേറെ എവിടെയെങ്കിലും ഇരുന്നാൽ മതി, പുറത്തേക്ക് തെറിച്ചാലേ. അപ്പൊ വിമാനത്തിലെ ജോലി മാത്രമോ, അല്ലെങ്കിൽ കപ്പലിലെ ജോലി മാത്രം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ജോലി, അങ്ങനെ മാത്രം ഒതുങ്ങി നിൽക്കല്ല. എത്ര ജോലികളുണ്ട്! 10-24,000 കോഴ്സുകളുള്ള ഒരു നാട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ധാരാളം അവസരങ്ങളുണ്ട്.
എങ്ങോട്ടോ പോകേണ്ടത് എന്നാ പറയും, കുറച്ച് പറഞ്ഞൂട്. ഞാൻ പറയാം, പക്ഷെ നിങ്ങൾക്ക് പോകേണ്ട വഴി പറയുന്നാ പറയാ. ഞാനിത് 1-2 എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ, 1-2 ഉദാഹരണങ്ങൾ പറയാം, കാരണം ഏതെങ്കിലും കോഴ്സ് പറയണ്ടേ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് കോഴ്സ് എടുത്താലും സ്കോപ്പാണ്. അത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആരാണത് പഠിക്കുന്നത്, ആരാണത് പഠിക്കുന്നത്, 2 എവിടെയാണ് പഠിക്കുന്നത്. ഇത് 2 വളരെ പ്രധാനമാണ്. ഏത് കോഴ്സ് എടുത്താലും, ഇപ്പൊ ഹ്യൂമാനിറ്റീസ്, ഉദാഹരണം പറയാം, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആരാ സെലക്ട് ചെയ്യാവുന്ന കൈവന്നിച്ചാണ് ഇപ്പൊ പറയാം. അതിനൊക്കെ എന്ത് സ്കോപ്പാണുള്ളത് എന്ന് ചോദിക്കും. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന ആള് ആള് വളരെ പ്രധാനമാണ്. കാരണം അയാൾ എങ്ങനെ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തത് ഏത് സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്. എവിടെയെങ്കിലും ഒരു പാരലൽ കോളേജിൽ പോയിട്ട് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ട് കാര്യമായിട്ടൊന്നും ആകാൻ പ്രയാസം ഉണ്ടായി എന്നൊക്കെ വരും. പക്ഷേ പഠിക്കുന്ന സ്ഥാപനം IFLU ആണെന്ന് നോക്കുക, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, അല്ലെങ്കിൽ ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് നോക്കുക. നിങ്ങൾക്കറിയോ, കണ്ണൂരിലുള്ള ഒരു പെൺകുട്ടി അവളുടെ അച്ഛന്റെ ജോലി തേങ്ങടാൻ പോവലാണ്. സാധാരണ കുടുംബത്തിൽ കുട്ടിയാണ് നടത്തും. അവള് IFLUവിൽ നിന്ന് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞു. എന്നിട്ട് അമേരിക്കയിലേക്ക് റിസർച്ച് ചെയ്യാൻ പോകുമ്പോൾ അവൾ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ചെയ്ത് കിട്ടിയത് 1,80,00,000 ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് കിട്ടിയത്. സ്കോളർഷിപ്പിന് വിവരം അറിയാം നിങ്ങൾക്ക്? ചില രക്ഷിതാക്കൾ പറയും, ഞങ്ങൾക്ക് അടുത്ത് പൈസ ഇല്ല, ഞങ്ങൾക്ക് പഠിപ്പിക്കാനൊന്നും പറ്റൂല. ചില ആൾക്കാർ പറയും, ഞങ്ങൾ വല്ലാണ്ട് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളെ കുട്ടികൾ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന്. അതൊക്കെ വെറുതെ പറയണം. പാരമ്പര്യമുണ്ട്, ഹെറിഡിറ്ററി എന്ന് പറയും, മറ്റൊന്ന് എൻവയോൺമെന്റ് ആണ്. ഈ 2 സാധനമാണ് പഠനത്തെ സ്വാധീനിക്കുന്നത്. പാരമ്പര്യം ഒരു ഘടകമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ പാരമ്പര്യത്തെക്കാൾ അധികം, ഹെറിഡിറ്ററിയേക്കാൾ അധികം എൻവയോൺമെന്റ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. എന്താ? സാഹചര്യം. നല്ല സാഹചര്യത്തിൽ എത്തിപ്പെടുന്ന ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ, ആ കുട്ടി ഉദ്ദേശ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ശരിക്കും അറിയേണ്ടത് ഏത് സ്ഥാപനത്തിൽ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു, IIS, ഞാൻ നേരത്തെ പറഞ്ഞു IIS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. NIT, IIT എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അത്തരം സ്ഥാപനങ്ങളിൽ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങണമെങ്കിൽ നല്ല പോസ്റ്റിലേക്ക് നിങ്ങൾ വരും. അതേസമയം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പൊട്ട എഞ്ചിനീയറിംഗ് കോളേജിൽ കുറച്ച് പൈസയും കൊടുത്തിട്ട് സീറ്റ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ 8,000 റുപ്യക്കും 9,000 റുപ്യക്കും 10,000-നും 12,000-നും ജോലി ചെയ്യാം. ഏതാ വേണ്ടെന്ന് ആലോചിക്കാൻ മതി. എത്ര എഞ്ചിനീയർമാര് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ചൊരു കുട്ടിയോട് ആ കുട്ടിയുടെ കപ്പാസിറ്റിയും അവളുടെ ആപ്റ്റിറ്റ്യൂഡും വെച്ച് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നീ പോകേണ്ട വഴി ഇതാണ്, മുന്നോട്ട് പോയിക്കോ, അനക്ക് അതിൽ വലിയ സാധ്യത കാണുന്നുണ്ട് എന്ന്. അവൾ പറഞ്ഞു, ഉമ്മ പറയുന്നുണ്ട് നല്ല മാർക്ക് വാങ്ങിച്ചില്ലേ, അതുകൊണ്ട് സയൻസിന് പഠിക്കണം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, പഠിച്ചോ, നിന്നെ കുറിച്ച് അറിയുന്നോണ്ട് പറയണം. ആ കുട്ടി സയൻസിന് പോയി, സയൻസ് നന്നായി പഠിച്ചു, നല്ല മാർക്ക് വാങ്ങിച്ചു. എന്നിട്ട് എഞ്ചിനീയറിംഗിന് പോയി, ആ കുട്ടി നന്നായി പഠിച്ചു, നല്ല മാർക്ക് വാങ്ങിച്ചു, എഞ്ചിനീയറിംഗ് പാസ്സായി. പിന്നെ അവളെ കല്യാണം കഴിച്ചത് ഒരു ഡോക്ടറാണ്. ഇപ്പോ അവള് വീട്ടിലുണ്ട്. അവളുടെ അനിയത്തി, ഞാൻ അവളോട് പറഞ്ഞ കോഴ്സ് അവളുടെ അനിയത്തി പഠിച്ചു, അനിയത്തി പോയി. ഓരോ വിധികളെ. ഇപ്പൊ എന്റെ സ്കൂളില് ഒരു ഫിസിക്സിന്റെ പോസ്റ്റ് വന്നു, അനിയത്തി സ്കൂളിൽ കയറി. ജ്യേഷ്ഠത്തി എഞ്ചിനീയറാണ്. ജ്യേഷ്ഠത്തി അവളുടെ കൂടെ പഠിച്ച, എന്റെ ക്ലാസ് പഠിച്ച കുട്ടിയാ, അവളുടെ കൂടെ പഠിച്ച മറ്റൊരു പെൺകുട്ടിയെ വിളിച്ചിട്ടുണ്ട്, സൈദ എന്ന് പറയും. അവളെ ഈ വർഷം എന്റെ സ്കൂളിൽ അവളും ജോയിൻ ചെയ്തു. അപ്പോ ഒരേ ക്ലാസ് പഠിച്ച അവളുടെ ഫ്രണ്ട് ജോയിൻ ചെയ്യുന്നു സ്കൂളിൽ. അവളുടെ അനിയത്തി ഈ പ്രാവശ്യം ജോയിൻ ചെയ്യുന്നു. അവൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റൂല, കാരണം അവൾ ക്വാളിഫൈഡ് അല്ല, അവൾ എഞ്ചിനീയർ ആണ്. അപ്പൊ അവളോട് ഇവള് ചോദിച്ചു, എനിക്ക് ഏതെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? അവൾ പറഞ്ഞു, എനിക്കൊരു കുട്ടിയുണ്ട്, ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു. 9,000 രൂപയാണ് അവർ പറഞ്ഞത്. തിരൂരില് ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 9,000 രൂപ. കുറച്ച് കഴിഞ്ഞാൽ 10, 11, 12 വരെ ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. 12,000 റുപ്യക്ക് ഞാൻ എന്തിനാ ജോലിക്ക് പോകണത് എന്ന് അവള് ചോദിച്ചത്. അവളുടെ അനിയത്തി 70,000, 80,000 വാങ്ങാൻ പോവാ. നിങ്ങൾ കൃത്യമായിട്ട് അറിയണം, എവിടെങ്കിലും മാത്രം ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കല്ലേ, ഏതെങ്കിലും പൊട്ട സ്ഥാപനങ്ങളിൽ പോയി പഠിക്കല്ലേ. പഠിക്കുമ്പോൾ ഉയർന്ന സ്ഥാപനത്തെ കുറിച്ച് ആലോചിക്കണം. കാര്യം എന്താണെന്നറിയോ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ, അത് ഏത് കോഴ്സ് പഠിക്കണമെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, ഏത് കോഴ്സ് പഠിക്കണമെങ്കിലും നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞു IIT, NIT പോലുള്ള സ്ഥാപനങ്ങൾ, ജിപ്മർ, എയ്മർ പോലുള്ള സ്ഥാപനങ്ങൾ, ഐസർ പോലുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള ഏറ്റവും മികച്ച സ്ഥാപനങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറയും, അമ്മ കൊണ്ട് പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടാകും വാട്സപ്പിലൊക്കെ, ഒരു ഉമ്മയും 5 പെൺകുട്ടികളും നിരന്ന് നിൽക്കണ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്ന? എന്താ പ്രത്യേകത? ആ 5 പെൺകുട്ടികളും
ഡോക്ടർമാരാണ്, കണ്ടിട്ടുണ്ടല്ലോ. 5 പെൺകുട്ടികളും ഡോക്ടർമാരാ. ഉമ്മേ വീട്ടില് അപ്പ നേരത്തെ മരിച്ചുപോയത്. ഉമ്മ മക്കൾക്ക് സ്നേഹം കൊടുത്ത് മാത്രം വളർത്തി ആ കുട്ടികളെ 5 മക്കളെയും ഡോക്ടർമാരാക്കി. ആ ഉമ്മക്ക് എവിടുന്ന പൈസ? പഠിച്ചുണ്ടാക്കിയതാ കുട്ടികള്. ഉമ്മ അവരെ സപ്പോർട്ട് ചെയ്യുക മാത്രം ചെയ്തിട്ടുള്ളൂ. പാരന്റ്സ് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, മക്കള് തലച്ചോറ് ഉപയോഗിക്കുകയും ചെയ്യുക. അതാണ് സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ട്രിക്കൊന്നും ഉണ്ടെന്ന് വിചാരിക്കണ്ട, വേറെ ഐഡിയകളൊന്നും ഉണ്ട്. എന്താ സാറേ പറഞ്ഞൊരു നല്ലൊരു കോഴ്സ് എന്ന് ചോദിക്കണ്ട. ശരിക്കും ആലോചിച്ചോ, താല്പര്യമുള്ള ഏത് കോഴ്സാണോ ധൈര്യമായിട്ട് പോയിക്കോ. പക്ഷെ ഒരു കാര്യമുണ്ട്, പാരന്റ്സിന്റെ സപ്പോർട്ടും വേണം, നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കണം. അതിന് വേണ്ടത് ഞാൻ പറഞ്ഞു, ഒഴിഞ്ഞു മാറി നിൽക്കാൻ നിങ്ങൾക്ക് നല്ല കപ്പാസിറ്റി ഉണ്ടാവണം. നിങ്ങൾക്കറിയോ, 5 മക്കളെ ഡോക്ടറാക്കിയ ഉമ്മക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. ആസാമിൽ നിന്ന് വന്ന മറ്റൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒരു ഫോട്ടോ. അതിലെന്താണെന്നറിയോ, ഒരു വില്ലേജ് ഓഫീസിലെ അടിച്ചു വാരണ മീനിയൽ സ്റ്റാഫ് റിട്ടയർഡ് ആവുന്ന അന്ന് വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ താർപ്പായൊക്കെ വലിച്ചു കെട്ടിയിട്ട് ചെറിയ ഒരു യാത്രയപ്പ് ഒരു യോഗം. അതില് വില്ലേജ് ഓഫീസർ ഉണ്ട്, തഹസിൽദാർ ഉണ്ട്, ഓഫീസിലെ ആൾക്കാരുണ്ട്, നാട്ടിലെ കുറച്ച് കാരണന്മാരും വിളിച്ചിട്ടുണ്ട്, വില്ലേജ് ഒക്കെ എപ്പോഴും ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരും വിളിച്ചിട്ടുണ്ട്. ഈ ചേച്ചി റിട്ടയർഡ് ആവാണ്. അപ്പൊ അവർക്ക് ഒരു യാത്രയപ്പ്. ആ യാത്രയപ്പ് യോഗം നടക്കുന്ന സമയം വില്ലേജ് ഓഫീസിന്റെ പരിസരത്ത് ഒരു നീല ബീക്കൺ ലൈറ്റ് വെച്ച ഒരു കാർ വന്ന് നിൽക്കുകയാണ്. വില്ലേജ് ഓഫീസർ ചാടി എഴുന്നേറ്റു. കാരണം അറിയോ, അതൊരു ജില്ലാ കളക്ടർ കാറായിരുന്നു. ജില്ലാ കളക്ടർ കാറിൽ നിന്ന് ഇറങ്ങി നേരെ വന്നു. എല്ലാവരും എഴുന്നേറ്റുന്നു സ്റ്റേജിലേക്ക് കയറാൻ പ്രതീക്ഷിച്ചിട്ട്. പക്ഷെ ആൾ നേരെ പോയിട്ട് സദസ്സിലിരുന്നു. ആളുകൾ ചെന്നു. പിന്നെ ഇവിടെ വില്ലേജ് ഓഫീസർക്കാ, അവരുടെ മേലുദ്യോഗസ്ഥനാ, തഹസിൽദാർക്കാ, അവരുടെ മേലുദ്യോഗസ്ഥനാ ജില്ലാ കളക്ടർ. കയറിയിരിക്കാൻ പറഞ്ഞു, തീരെ സമ്മതിച്ചില്ല, അവിടെ തന്നെ ഇരുന്നു. അല്പസമയം കഴിഞ്ഞു, മറ്റൊരു കാർ വന്നു. അതിൽ നിന്നൊരു ഡോക്ടറാണ് ഇറങ്ങി വന്നത്. ഡോക്ടറും നേരെ സദസ്സിൽ വന്നിരുന്നു, മേലെ കയറിയില്ല. മൂന്നാമത് മറ്റൊരു കാർ വന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച 3 ഉദ്യോഗസ്ഥന്മാരാണ് ആ സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. 3 പേരും സദസ്സിലായിരിക്കണത്, സ്റ്റേജിൽ കയറിയിരിക്കണില്ല. കുറച്ച് ആളുകൾക്കൊക്കെ കാര്യം അറിയാം, കുറെ ആളുകൾക്ക് കാര്യം അറിയില്ല. അവര് ചോദിച്ചു, എന്തുകൊണ്ടാ നിങ്ങൾ കയറാത്തത്? അവര് പറഞ്ഞു, ഇരിക്ക, ഞങ്ങൾ ഇവിടെ ഇരിക്കുള്ളൂ, ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. കാരണം അമ്മ വേദിയിലിരിക്കുന്നുണ്ട്. വേദിയിൽ അമ്മ ഇരിക്കുമ്പോ അമ്മയുടെ കൂടെ കയറിയിരിക്കാന്ന് പറയുന്നത് ഞങ്ങൾക്ക് കഴിയില്ല. 1. 2, ഞങ്ങൾ വന്നിരിക്കുന്നത് സ്റ്റേജിൽ കയറിയിരിക്കാനല്ല, അമ്മയുടെ റിട്ടയർമെന്റ് പാർട്ടിയിൽ ഭാഗവാക്കാവും. ആ 3 മക്കളും ആ അമ്മയുടെ കുട്ടികളാണ്. അമ്മയുടെ ജോലി വില്ലേജ് ഓഫീസില് മീനിയൽ സ്റ്റാഫാണ്, അടിച്ചു വാരലാണ് പണി, ചായ ഉണ്ടാക്കി കൊടുക്കലാണ് പണി. പത്രക്കാരറിഞ്ഞു, എല്ലാവരും ഓടി വന്നിട്ട് ആ കുട്ടികളോട് ചോദിച്ചു, ആ താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആ അമ്മയുടെ മക്കളോട് ചോദിച്ചു, എന്താ നിങ്ങൾ കയറാത്തത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ അമ്മയാണ് റിട്ടയർഡ് ആവണത്, അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അവർക്ക് വലിയ സന്തോഷം. ആ പത്രക്കാർ വന്നിട്ട് അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ 3 മക്കള് രാജ്യത്തെ അറിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നവർ, ഇത്ര ഉണ്ടായിട്ടും ഈ ചൂലെടുത്തിട്ട് പിന്നെ അടിച്ചു വരേണ്ട കല്ല കാര്യം ഉണ്ടായിരുന്നോ? എത്ര നേരത്തെ ഒഴിവാക്കിയിട്ട് പേരെ പോയിരുന്നുണ്ടായിരുന്നോ? അമ്മയുടെ കണ്ണ് നിറഞ്ഞു. അമ്മ പറഞ്ഞു, ഈ ചൂലാണ് എൻ്റെ മക്കളെ ഈ ഒരു പൊസിഷനിലെത്തിക്കാൻ എന്നെ പ്രാപ്തമാക്കിയത്. അമ്മന്റെ വിദ്യാഭ്യാസ യോഗ്യത അറിയാം എനിക്ക്. വില്ലേജ് ഓഫീസിൽ മീനിയൽ സ്റ്റാഫാണ്. എന്താണ് ക്വാളിഫിക്കേഷൻ? 7ാം ക്ലാസ് തോൽക്കലാണ് ക്വാളിഫിക്കേഷൻ കേട്ടോ. 7ാം ക്ലാസ് തോൽക്കലാണ് ക്വാളിഫിക്കേഷൻ. 7ാം ക്ലാസ് ജയിച്ചവർക്ക് പറ്റൂല, 10ാം ക്ലാസ് ജയിച്ചവർക്ക് പറ്റൂല, ആ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പറ്റൂല. 7ാം ക്ലാസ് തോറ്റവർക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ശരിക്കും മനസ്സിലാക്കേണ്ടത്, നമുക്കുണ്ടെങ്കിൽ മാത്രമേ മക്കൾക്ക് ഉണ്ടാവുള്ളൂ എന്നും പറയണ്ട. നമുക്ക് ഉണ്ടാവേണ്ട ഒരു സാധനമുണ്ട് ഹൃദയത്തിൽ, നല്ല സ്നേഹവും പരിഗണനയും നല്ല പക്വതയും പാകതയും ഉള്ള ഉമ്മാന്റെ ഉപ്പാന്റെ മക്കൾക്ക് എത്രയും വളരാൻ പറ്റും. അമിതമായ താല്പര്യമോ അടിച്ചേൽപ്പിക്കലോ കുത്തിക്കേറ്റലോ അമിതമായ ദേഷ്യം പിടിക്കലോ അങ്ങനെ ഒച്ചപ്പാടും ബഹളോ ഇരുത്തി പഠിപ്പിക്കാനൊന്നും ആരും വിചാരിക്കേണ്ട. അങ്ങനെ ഒട്ടും നടക്കൂല. കാരണം കുട്ടിന്റെ മനസ്സിൽ രൂപപ്പെടണം, അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കും വേണം. അസ്വാഭാവികമായ പണിയുണ്ട് ഈ പറയപ്പെട്ട സാധനങ്ങളൊന്നും നേടാനും കഴിയില്ല. ഒന്നും വിചാരിക്കരുത്, ഞാനത് ഓപ്പണായിട്ട് പറയണം. സമ്മർദ്ദപ്പെടുത്തിയിട്ടൊന്നും ഒരാളെയും നിങ്ങൾക്ക് അങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുന്നൊന്നും വിചാരിക്കണ്ട. ഇന്നലെ കേരളത്തിലെ നീറ്റിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വെച്ച ഒരു പെൺകുട്ടി അവൾ സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്ന ഇത്രേ ഉള്ളൂ, ഞാൻ അത്ഭുതമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചു, നന്നായിട്ട് റിപ്പീറ്റ് ചെയ്തു, പിന്നെ
മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇങ്ങനെ റിവിഷൻ നടത്തിക്കൊണ്ടിരുന്നു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതേ അവള് ചെയ്തിട്ടുള്ളൂ. സാധാരണ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്, സാധാരണ സ്കൂളിൽ പഠിച്ച കുട്ടിയാ, എവിടെങ്കിലും കൊണ്ടുപോയിട്ട് തച്ച് പഠിപ്പിച്ചിട്ടില്ല. സാധാരണ സ്കൂളിൽ പഠിച്ച കുട്ടിയാ. പക്ഷെ ആ കുട്ടി ചെയ്തത് അടുക്കും ചുറ്റുള്ള പഠനം, അത്രേ ഉള്ളൂ. തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്ത് സിവിൽ സർവീസുകാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുട്ടികൾക്ക് അവസരം ഉണ്ടായിരുന്നു. എൻ്റെ സ്കൂളിൽ നിന്ന് 35 കുട്ടികളായിട്ട് ഞാൻ പോയിരുന്നു. ആ കുട്ടികള് അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ നിങ്ങൾ ചെയ്തതെന്ന്. അവർ പറയുന്നുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ സൈൻ ഔട്ട് ചെയ്തിരുന്നു, എല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ സൈൻ ഔട്ടായി പോയിരുന്നു. ഞാൻ എൻ്റെ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് താങ്ങുമോ അതെന്ന്? ഒക്കെ സൈൻ ഔട്ട് ആക്കാം, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പോകാൻ പറ്റൂല സാറിന്. ഞാൻ പറഞ്ഞു, ഇൻസ്റ്റഗ്രാമിൽ അവിടെ ഇരുന്നോളി, ഒരു ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആവാനോ ഒന്നും വിചാരിച്ചിട്ട് നടക്കണ്ട. ബൈ ചാൻസിൽ ആയി അധ്വാനിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയെ അത്ര തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. അതിൽ ചില കുട്ടികളുണ്ട് ഈ പ്രാവശ്യം, ചില കുട്ടികൾ ഇത് കഴിഞ്ഞിട്ട് ഇതാ ഗൾഫിലേക്ക്, വിദേശത്ത് പല രാജ്യങ്ങൾക്കും ഡിഗ്രി പഠിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. മാസം 75,000 രൂപ സ്റ്റൈപ്പൻഡ് വാങ്ങിച്ചുകൊണ്ട് പഠിക്കാൻ പോകാൻ നിൽക്കുക. രണ്ട് പെൺകുട്ടികൾ മാസം 75,000 രൂപ സ്റ്റൈപ്പൻഡ് വാങ്ങിച്ചിട്ട്. അപ്പൊ നമുക്ക് പറ്റുമെന്നാ? പറ്റും. എങ്ങനെ പറ്റും? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ LSS വാങ്ങിയ ആരെങ്കിലും ഉണ്ടോ? പഠിക്കുന്ന സമയത്ത് LSS കിട്ടിയത്? ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. ശ്രദ്ധിക്കണം. അവിടെ USS വാങ്ങിയാരുമില്ല? USS, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. 2 ആൺകുട്ടികൾ, LSS വാങ്ങിച്ചൊരു പെൺകുട്ടിയും USS വാങ്ങിച്ചൊരു ആൺകുട്ടിയും. ഇക്കൊല്ലത്തെ റിസൾട്ടിന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇതുവരെയുള്ള സമയം LSSും USSും കിട്ടുകയാണെങ്കിൽ അവരുടെ അടുത്തൊരു കപ്പാസിറ്റി ഉണ്ട്. അതിനെ ചെറിഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയാൽ അവരിൽ അത്ഭുതം ഇരിക്കാൻ പറ്റും, ഒരു സംശയമില്ല. ആ മക്കള് കൃത്യമായി, അവരുടെ പാരൻസ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ആ 3 മക്കളുടെ പാരൻസ് ഉണ്ടോ? ഗ്രേറ്റ്. പടച്ചോനോട് ശുക്രിയ. ശരിക്കും നോക്കിയാൽ ഞാൻ പറഞ്ഞു, വേറെ കുറെ കുട്ടികളുണ്ടാവും LSS എഴുതിയിട്ട് പോലും ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ? ആരും പറഞ്ഞിട്ടില്ല. USS എഴുതിയിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് LSS, UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് USS, ഹൈസ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് NMMS, നാഷണൽ മെറിറ്റ് കം മീൻസ്, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് NTSC, നാഷണൽ ടാലന്റ് സെർച്ച് എക്സാം. എന്താ ക്വാളിഫൈ ചെയ്താൽ കിട്ടുക? NTSC ക്വാളിഫൈ ചെയ്യുന്ന കുട്ടിക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എത്രയെന്നറിയോ? 5 കൊല്ലം കൊണ്ട് 4.5 ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടാൻ പോണത്. NTSC കിട്ടിയാല് മാത്രമല്ല, ഒരു ID കാർഡ് തരും ഇന്ത്യൻ ഗവൺമെന്റ്. ഇന്ത്യയിലെ 1000 കുട്ടികളുടെ കൂട്ടത്തിലാണ് ആ കുട്ടികൾ ഉണ്ടാവുക. അവർ ഇന്ത്യയിൽ ഏത് കോഴ്സിന് പോകണമെങ്കിലും അവർക്ക് പ്രത്യേക സീറ്റ് കിട്ടും. അവർക്ക് ഈ കാർഡ് അഡ്വാൻറ്റേജ് ആണ്. ഏത് ഓഫീസിലേക്ക് പോകണമെങ്കിലും അവർക്ക് പരിഗണന കിട്ടും. ഇന്ത്യ രാജ്യത്ത് എവിടെയും പരിഗണന കിട്ടും. കാരണം NTSC സർട്ടിഫിക്കറ്റ് മതി, അല്ലെങ്കിൽ ആ ID കാർഡ് മതി. പക്ഷെ ആരാ നോക്കല്? NTSC കുറിച്ച് ആരാ പറഞ്ഞു കൊടുക്കല്? 10ാം ക്ലാസ് കഴിഞ്ഞു, ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് NTSC കിട്ടിയ കുട്ടിക്ക് 5 കൊല്ലം കിട്ടും. ഡിഗ്രി നിങ്ങൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തിട്ട് എൻട്രൻസ്, അതിനൊരു പരീക്ഷ ഉണ്ട്, അത് ചെയ്ത് ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇൻസ്പയർ സ്കോളർഷിപ്പ് ഉണ്ട്, കിട്ടിയിട്ടുണ്ടെങ്കിൽ മാസം 7,500 രൂപ കിട്ടും. ഓരോ മാസം 7,500 രൂപ കിട്ടി പഠിക്കാൻ നിങ്ങളുടെ മുന്നിൽ അവസരമുണ്ട് മക്കളെ. ഡിഗ്രി ഏതായാലും ശരി, അത് നിങ്ങൾ 5 കൊല്ലം തരും. അപ്പൊ നിങ്ങൾ PG പഠിക്കൂലേ? PG പഠിക്കണ സമയത്ത് PGക്ക് നിങ്ങൾ ഫസ്റ്റ് ഇയർ എഴുതിയാൽ മതി. ഫസ്റ്റ് ഇയർ എഴുതുമ്പോ നിങ്ങൾക്ക് നെറ്റ് എഴുതാം. നെറ്റ് കേട്ടിട്ടുണ്ടോ? ഏതാ നെറ്റ്? കിണറും ആ നെറ്റ് അല്ല കേട്ടാ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. അത് കിട്ടിയാൽ എന്താ ഗുണം എന്നറിയോ? അതില് ഒരു നിശ്ചിത പെർസെന്റേജിന്റെ മുകളിൽ മാർക്ക് വാങ്ങിച്ചാൽ JRF കിട്ടും. JRF കിട്ടിയാൽ എത്ര രൂപ കിട്ടും എന്നറിയോ? സാർ ഇപ്പോ എത്ര? 40,000 അല്ലേ? 40,000 രൂപയോളം നിങ്ങൾക്ക് ഒരു മാസം തരും. എത്ര കൊല്ലം? 5 കൊല്ലം. 5 കൊല്ലം തരും. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC 40,000 രൂപ പെർ മന്ത് തന്നിട്ട് 5 കൊല്ലം ഇന്ത്യയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ പ്രിയപ്പെട്ട കുട്ടികളെ, ഹ്യൂമാനിറ്റീസും കൊമേഴ്സും സയൻസും ഏത് വിഷയമായാലും ശരി പഠിച്ചു പോണ കുട്ടികൾക്ക് കിട്ടും. അത് 3 കൊല്ലാണ് JRF കിട്ടുക. 2 കൊല്ലം SRF. എന്താ കാര്യം? സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആവും. അപ്പോൾ അതുവരെ ജൂനിയർ റിസർച്ച്, പിന്നെ സീനിയർ റിസർച്ച് ഫെലോഷിപ്പിന് 60,000 രൂപയോളം കിട്ടും. 60,000 രൂപയോളം. ഡൽഹി യൂണിവേഴ്സിറ്റിയില്, ജാമ്യ മില്ലിയയില്, ഹംദർദില്, അലിഗഡില്
ഏതെങ്കിലും ഒരു ബനാറസില് എവിടെങ്കിലും നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയില് ഒരു പെൺകുട്ടി SRF ഒക്കെ ആകുമ്പോൾ ഫാമിലി റൂം സൗകര്യം വരും. SRF ഒക്കെ ആകുമ്പോൾ ഫാമിലി റൂം, കാരണം 22-23 വയസ്സാവും. അപ്പൊ കല്യാണം കഴിക്കേണ്ടി വരും. ആണായാലും പെണ്ണായാലും കല്യാണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കളുണ്ടാകും. അപ്പോൾ മക്കളെ നോക്കാൻ ഉമ്മാനെ കൊണ്ടുവരും, ചിലപ്പോൾ വാപ്പാനെ കൊണ്ടുവരും, അല്ലെങ്കിൽ കുടുംബത്തെ കൊണ്ടുവരും, അങ്ങനെ മക്കളുള്ളവരെ കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫാമിലി റൂം സൗകര്യം കിട്ടുകയാണ്. 60,000 രൂപയും കിട്ടും. രണ്ടാൾക്കും കൂടെ കിട്ടുകയാണെങ്കിലോ 1,20,000. പാട്ടും പാടി ഡൽഹിയിൽ ഇങ്ങനെ പഠിച്ച് കളിച്ച് ആത്മാർത്ഥമായിട്ട് നന്നായി പഠിക്കുകയും ചെയ്യാം, എൻജോയ് ചെയ്ത് ജീവിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തോന്നും, അല്ല 5 കൊല്ലം കഴിഞ്ഞാൽ PhD കിട്ടും, പിന്നെ വല്ല വകുപ്പുണ്ടോ? വകുപ്പ് വേണോ? ഇനി വല്ലതും വേണോ? ഉണ്ട്. PhD കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ ഒരു വകുപ്പുണ്ട്, PDF എന്ന് പറയും. കേട്ടിട്ടുണ്ടാ? PDF എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ പരീക്ഷന്റെ സമയത്തൊക്കെ ടീച്ചർ അയച്ചു തന്നിരുന്നല്ലോ അല്ലേ? ആ PDF അല്ല കേട്ടാ, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് PDF. എത്ര രൂപ? മോഡി സർക്കാർ വന്നതിന് ശേഷം 1,25,000 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തു പോയിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റും. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു പെൺകുട്ടിയുടെ കാര്യം. ആ കുട്ടി ഇഫ്ലൂൽ നിന്നാണ് പഠിച്ചത്. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഹൈദരാബാദിൽ നിന്ന് പഠിച്ചിറങ്ങിയ പെൺകുട്ടി, കണ്ണൂരുകാരി. അവൾ 124 രാജ്യത്ത് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണ് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ്. ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ക്വാളിഫൈ ചെയ്തപ്പോൾ ആ കുട്ടി കിട്ടിയത് 1,80,00,000 രൂപ. 5 കൊല്ലം അമേരിക്ക പോയി പഠിക്കാൻ വേണ്ടിയിട്ട് 1,80,00,000. ഞങ്ങളുടെ ഒരു അവൻ നേടിയത് 2 കോടി രൂപയാണ് അമേരിക്ക പോയി പഠിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫോണിൽ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട്, ഒരു പത്രവാർത്ത ഇരിക്കുന്നുണ്ട്. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ഒരു വാഫി സുഹൃത്താ. പാവം കുടുംബത്തിൽ ജനിച്ച കുട്ടിയാ. പാവം കുടുംബത്തിൽ, ഈ കൊണ്ടോട്ടി ഭാഗത്ത് അവന്റെ വീട്. കൊണ്ടോട്ടി. അവന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവന് കൾച്ചറൽ ആന്ത്രോപോളജിയിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി പോയി. എവിടേക്ക്? അമേരിക്കയിലേക്ക്. അതിനാണ് എൻട്രൻസ് എഴുതിയത്, ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് എഴുതിയത്. ഓന് കിട്ടിയ എത്ര രൂപ എന്നറിയോ? എത്ര രൂപ എന്നറിയോ? പത്രത്തില് വാർത്ത അതേപോലെ കിടക്കുന്നുണ്ട്. അവന് കിട്ടിയത് 6 കോടി രൂപയാണ്. 6 കോടി രൂപ. 6 കോടി രൂപ എത്ര കൊല്ലത്തേക്ക്? 5 കൊല്ലത്തേക്ക്. എന്തിന്? അമേരിക്കയിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ട്. ഓനുള്ള സദസ്സില് ഞാനത് പറഞ്ഞിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, 6 കോടി സ്കോളർഷിപ്പ് തുകയാണ്. എൻ്റെ കൂടെ വേറെ കുറച്ചും കൂടെ തന്നിട്ടുണ്ട്. ഏതാണ്ട് 2ന്റെ അടുത്ത് വേറെയും കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, നല്ലോണം ആലോചിച്ച് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണയം വെക്കാത്ത തലച്ചോറുണ്ടെങ്കിൽ, ചിതലരിക്കാത്ത തലച്ചോറുണ്ടെങ്കിൽ, നേരാമണ്ണം ഉപയോഗിച്ചാൽ, സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടികളെ കഥ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഹൈ ക്ലാസ് ഫാമിലിപ്പെട്ട കുട്ടികളുടെ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടില്ല. സാധാരണ കുടുംബത്തിൽ വന്ന ഈ കുട്ടി, അവന്റെ ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു പൊസിഷനിലേക്ക്, ഒരു രാജ്യത്തേക്ക്, ഒരു വിഷയത്തിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അവന് കിട്ടിയത് 6 കോടി രൂപയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ നല്ല ജോലി കിട്ടിയിട്ട് ശമ്പളം വേണം താല്പര്യമില്ലേ? ശമ്പളം വേണ്ടേ? നല്ല ശമ്പളം വേണ്ടേ? ശമ്പളം വേണോ? എന്താ ഉണ്ടാത്ത്? ശമ്പളം വേണോ? എത്ര രൂപ ശമ്പളം വേണം? നിങ്ങൾക്ക് നല്ല സംതൃപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ശമ്പളം വേണം? ഒരു സംതൃപ്തി കിട്ടണമെങ്കിൽ, സന്തോഷമായിട്ട് ജീവിക്കാൻ എത്ര രൂപ ശമ്പളം വേണം? ഞാനേ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ എൻ്റെ നാട്ടിലൊരു പയ്യൻ, അവന് കല്യാണമൊക്കെ കഴിച്ചു. അവനെ ബാംഗ്ലൂരാണ് ജോലി. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാ ഇവിടെ? അടിപൊളി. സ്കെയിലൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. പിന്നെ ആ കുഴപ്പമില്ല. സ്കെയിൽ എത്രയെന്നറിയോ? 35,000. അതാണ് അടിപൊളി എന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, 35,000 സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു. പിന്നെ, കാരണം ആദ്യം കിട്ടുമ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. 35,000 ഒന്നിച്ച് കിട്ടുമ്പോൾ കണ്ണു നള്ളുകയാണ്. ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ ലൈഫ് കൊണ്ട് നിന്റെ ഒരു ജന്മം, ഒരു മാസം ജോലി ചെയ്തിട്ട് കിട്ടുന്ന ശമ്പളം 35,000. അപ്പൊ എന്നോട് പറയാണ്, ഞാനത് പോരാ എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കും. എന്നോട് പറയണേ, വൈഫിന്റെ കൂടെ ഉണ്ട് എന്ന്. ഞാൻ വെച്ചാൽ എവിടെ? അതേ ഫേമിലാണ്. എത്രയുണ്ട്? സെയിം സ്കെയിലാണ്. അപ്പം രണ്ടാൾക്കും 35,000. അപ്പൊ 70,000. അതാണല്ലേ? അവനൊരു ചിരി തിരിച്ചു പറഞ്ഞു, അതെ 70,000 ഉണ്ട് രണ്ടാൾക്കും കൂടെ. ഞാൻ പറഞ്ഞു, 2 ജന്മങ്ങൾ ഒരു മാസം ജോലി ചെയ്താൽ ആകെ കിട്ടുന്നത് 70,000 ആണെങ്കിൽ എൻ്റെ ജീവിതത്തിന് എന്ത് വിലയുള്ളതെന്ന് ആലോചിച്ച് നോക്ക്. ആകെ 70,000 2 ജന്മങ്ങൾക്ക്. അവനോട് ചോദിച്ചു, അല്ല അത്രയും പോരെയെന്ന്. ഞാൻ ചോദിച്ചു, എടാ എനിക്ക് നല്ലൊരു വണ്ടി എടുക്കണ്ടേ? നല്ലൊരു വാഹനം, എൻ്റെ സ്വപ്നത്തിലൊരു കാർ പറയും. ബോഷെ എത്ര പേരും? 3 കോടി. നല്ലൊരു വീട് വേണ്ടേ? വേണം. എൻ്റെ സ്വപ്നത്തിൽ കാണുന്ന വീടിന് എത്ര വേണ്ടാവും?
1 കോടി എന്തായാലും വരും. ഞാൻ പറഞ്ഞു അപ്പൊ എത്ര കോടിയായി? 4 കോടിയായി. ഞാൻ ചോദിച്ചു ആ വീട് വെക്കാൻ എവിടെയാണ്? ഈ ഉൾഗ്രാമത്തിൽ തന്നെയാണ് വെക്കണത്? അല്ല, നല്ലൊരു ടൗണിൽ വേണം, നല്ല ആശ്പോഷ് ഏരിയയിൽ വേണം. ഞാൻ ചോദിച്ചു അവിടുത്തെ സ്ഥലത്തിന് എത്ര രൂപ കാണുന്നുണ്ട്? ഒരു 10 സെന്റെങ്കിലും വേണ്ടേ? എത്ര ലക്ഷം വേണം? ഒരു 10 ലക്ഷമെങ്കിലും. ഞാൻ പറഞ്ഞത് എവിടെ വാങ്ങണത് എനിക്ക് മനസ്സിലായില്ല. 10 ലക്ഷത്തിന് ഏതായാലും ഇരിക്കട്ടെ. 10 ലക്ഷത്തിന്റെ 10 സെന്റ് വാങ്ങണമെങ്കിൽ അവിടെയും കിടക്കണം 1 കോടി. അപ്പൊ തന്നെ 5 കോടിയായി. ഞാൻ പറഞ്ഞു നമുക്ക് ഇനി ഒന്ന് കണക്കൂട്ടാം. അനക്ക് ഞാൻ 1 ലക്ഷം രൂപ ശമ്പളം തരാം. 1 ലക്ഷം രൂപ ശമ്പളം തരാം. 1 ലക്ഷം രൂപ ശമ്പളം തന്നാൽ ഒരു കൊല്ലം കൊണ്ട് എത്ര വാങ്ങാം? കുട്ടികൾ കണക്കൂട്ടി പറയും. കുട്ടികൾ പറയും. 1 ലക്ഷം രൂപ ശമ്പളം തരാ ഒരു മാസം. 1 കൊല്ലം ജോലി ചെയ്താൽ എത്ര ലക്ഷം രൂപ വാങ്ങണം? 12 ലക്ഷം രൂപ അല്ലേ? 12 രൂപ ആവും. 10 കൊല്ലം ജോലി ചെയ്താലോ? 10 കൊല്ലം ജോലി ചെയ്താലോ? 1 കോടി 20 ലക്ഷം. 20 കൊല്ലം ജോലി ചെയ്താലോ? 2 കോടി 40 ലക്ഷം. ചെയ്താൽ 3 കോടി 60 ലക്ഷം അല്ലേ? ആവറേജ് 30ആണ്. ചിലപ്പോൾ 35 പോയിന്ന് വരും. ആവറേജ് ഒരു മനുഷ്യൻ ജോലി ചെയ്യുന്നത് 30ആണ്. ഒരു 25, 30 ജോലി ഇട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 30 കൊല്ലം കൂട്ടിയാൽ മതി. 30 കൊല്ലം ഏറി 60 വരെ. സെൻട്രൽ ഗവൺമെന്റിലൊക്കെ ആണെങ്കിൽ 60 വരെ. നിങ്ങൾ ഇനി ആലോചിക്കണേ, ആ 30 കൊല്ലം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഒരു ജന്മം മുഴുവൻ ജോലി ചെയ്താൽ 1 ലക്ഷം രൂപ സാലറി കിട്ടണമെങ്കിൽ അയാൾക്ക് ആകെ കിട്ടുന്ന ശമ്പളം 3 കോടി 60 ലക്ഷം. ഇൻക്രിമെന്റ് ഉണ്ടാവില്ലേ? ഒരു 40 ലക്ഷം ഇൻക്രിമെന്റ് കിടന്നോട്ടെ, എന്നാലും 4 കോടിയേ വരുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ ആള് കണക്കൂട്ടിയതേ അവനക്ക് വാങ്ങാനുള്ള കാറ്. ഒരു ജന്മത്തിൽ ഒരാൾ ഒരു കാറേ വാങ്ങുള്ളൂ. ഒരു കാർ കൊണ്ട് മതിയാവോ? എന്തായാലും മതിയാവില്ല. 30 കൊല്ലം ആരും ഒരു കാർ ഓട്ടൂല. ഇനി നിങ്ങൾ ശരിക്കും ആലോചിക്കണം, ഈ 30 കൊല്ലം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ 30 കൊല്ലക്കാലത്ത് തിന്നണ്ടേ? അതിന് പൈസ കൊടുത്തിട്ട് പിന്നെ കിട്ടുന്ന ശമ്പളം മുഴുവൻ എടുത്തുവെച്ചാൽ കാർ വാങ്ങാൻ ആരെങ്കിലും എടുത്തു വെക്കോ? അപ്പൊ എപ്പോഴാ പിന്നെ വാങ്ങാ? ആഗ്രഹം പോലെ നടക്കണം എന്നുണ്ടെങ്കിൽ 1 ലക്ഷം പോലും സാലറി കിട്ടിയാൽ മതിയാവില്ല എന്നുള്ളതാണ്. നല്ലോണം ആലോചിച്ച് ചെയ്താൽ മതി. ഞാൻ സാലറിക്ക് മാത്രം ആഗ്രഹിക്കാനല്ല പറയണത്. നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന്റെ പ്രത്യേകതയും അതിന്റെ പ്രാധാന്യവും പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്താൽ 1 ലക്ഷം രൂപ കിട്ടിയാൽ പോലും ആകെ 3.5-4 കോടി ആണ് കിട്ടുന്നത്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടി സാധാരണ അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് സമ്പൂർണ്ണ സ്കോളർഷിപ്പോടെ PhDക്ക് പ്രവേശനം നേടിയ നസീഫ് ആഫി കീഴ്ശേരി. ഈ എന്താണ് മറ്റേ സാറ് എയർപോർട്ടിന്റെ ഭാഗം കീഴ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം, അരീക്കോട് അവിടെയാണ് കുട്ടിന്റെ വീട്. സ്റ്റാൻഫോർഡിലെ റിലീജിയസ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിൽ കൾച്ചറൽ ആന്ത്രപ്പോളജിയിൽ 5 വർഷം ഗവേഷണം നടത്തുന്നതിനാണ് അവസരം. 6 കോടി രൂപയാണ് സ്കോളർഷിപ്പ് തുക. അല്ലേ സാർ? 6 കോടി രൂപയാണ് 5 കൊല്ലം പഠിക്കാൻ ഒരു കുട്ടി വാങ്ങുന്നത്. 6 കോടി രൂപ. നമ്മൾ 1 ലക്ഷം സാലറി വാങ്ങുകയാണെങ്കിൽ ഒരു ജന്മം മുഴുവൻ ജോലി ചെയ്താൽ ആകെ കിട്ടുന്നത് 3 കോടി 40 ലക്ഷം. ഇനി പറയും സ്റ്റാൻഫോർഡിൽ, അമേരിക്കയിലെ സ്റ്റാൻഫോർഡിലാണ്. വെരി ഗുഡ്. സാറ് പിന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളും രാജ്യങ്ങളും ഒക്കെ നല്ല പരിചയമുള്ളതാണ്. ശരിക്കും ആലോചിച്ചത് അത്ര വലിയ പ്രാധാന്യമുണ്ട് നിങ്ങളുടെ പഠനത്തിന്, നിങ്ങളുടെ സമയത്തിന്റെ വിലക്ക് ശരിക്കും മനസ്സിലാക്കുക. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകാൻ തയ്യാറാവുക. മാതാപിതാക്കള് പഴി പറയണ്ട, ഞങ്ങൾക്കില്ല എന്ന് പറയണ്ട, സാമ്പത്തികം ഇല്ലെങ്കിൽ കൈമലർത്തണ്ട, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇനി ഒരു കാര്യം കൂടെ ആലോചിക്കുക. ഇപ്പൊ പൈലറ്റ് ചില കുട്ടികൾ ഒരു ഭാഗം പഠിച്ചു പോകും, കുറച്ച് കഴിഞ്ഞാൽ ഡൈവേർട്ട് ചെയ്യും, എന്നാലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഡിഗ്രി 4 കൊല്ലാണ് അല്ലേ? 4 കൊല്ല ഡിഗ്രി. എന്റെ പ്രത്യേകത എന്താ? 2 കൊല്ലം കഴിഞ്ഞാല് നിങ്ങളുടെ മെയിൻ സ്ട്രീം വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിപ്പിടിക്കാം. സൗകര്യം. ഇപ്പോ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം രാജ്യത്ത് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടി സുവർണ അവസരമാണ് കൊടുക്കുന്നത്. കാരണം പഠിച്ചു പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സമ്മർദ്ദം കൊണ്ട് ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടാകും, കുറച്ച് കഴിഞ്ഞ് മാറാൻ അവസരമുണ്ട്. ഒരു പേടിയും പേടിക്കണ്ട. ഇനിയിപ്പോ ഞാനിപ്പോ എന്താ കാട്ടുക എന്ന പേടിയൊന്നും വേണ്ട, എവിടേക്കും തിരിയാൻ പറ്റും. ഞാനേക്കാൾ അപ്പുറം വേറെ രസം എന്താണെന്നറിയോ? ഇപ്പൊ പൈലറ്റ് ആവാൻ ഞാനിപ്പോ ഇന്നും അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നോക്കിയിട്ടുണ്ട്. പൈലറ്റ് ആവാൻ ഏതാ അടുത്ത് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാട്ടെ? പൈലറ്റ് ആവാൻ ഏതാ പഠിക്കേണ്ടത്? ഏത് പഠിച്ചാലോ പൈലറ്റ് ആവുക? കുട്ടികൾ പറയും. ആർക്കും പൈലറ്റ് ആവണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ?
പൈലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ആലോചിക്കണ്ട. സാധാരണ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്കും കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്കും പൈലറ്റ് ആവാം. എങ്ങനെ? വെള്ളമ്പുറത്തൊരു കുട്ടി, വെള്ളമ്പുറത്തൊരു പെൺകുട്ടി, എന്താ കുട്ടിന്റെ പേര് പറഞ്ഞേ ഓർമ്മണ്ട? പഠിത്തം നിങ്ങൾ കണ്ടില്ലേ? ഒരു മുസ്ലിം പെൺകുട്ടി, ഒരു പള്ളിയിലെ ഖത്തീബിന്റെ മോള്. അതേ പറഞ്ഞത്. ആ പെൺകുട്ടി പൈലറ്റ് ആയപ്പോൾ കുറേ പെൺകുട്ടികൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു തനി മൊല്ലേര് കുടുംബമാണ്. പാപ്പ ഒരു പള്ളിയിലെ ഖത്തീബാണ്, അല്ലേ? ഒരു ഫൈസി. അവരുടെ മകളാണ് പൈലറ്റ് ആയത്. ഞാൻ ചോദിക്കുന്നത്, സയൻസ് പഠിച്ചാൽ മാത്രമല്ല, കൊമേഴ്സ് പഠിച്ചാലും ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും ആവാം. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത്, +2 കഴിഞ്ഞാൽ ഫിസിക്സിനും മാത്സിലും NIOS വഴി നിങ്ങൾ പരീക്ഷ എഴുതാനുള്ള സംവിധാനമുണ്ട്. അത് മാത്രം എഴുതി ക്വാളിഫൈ ചെയ്യുക, നേരെ നിങ്ങൾക്ക് കയറാൻ പറ്റും. മനസ്സിലായോ? ഫിസിക്സും മാത്സും സെപ്പറേറ്റ് പരീക്ഷ എഴുതിയിട്ട് ക്വാളിഫൈ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് പൈലറ്റ് ആവാൻ വേണ്ടി പോകാം. ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും പോകാം, കൊമേഴ്സ് പഠിച്ചാലും പോകാം. ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അതിലൊന്ന് ഇപ്പം PSC അവിടെ ഇരിക്കട്ടെ. PSC നോക്ക് നിങ്ങൾ. PSCക്ക് അപേക്ഷിക്കാൻ എത്ര ആളുകളാണ് തയ്യാറുള്ളത്? 18 കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിൽ 18 പേരെ ഇക്കഴിഞ്ഞ സമയം 18 വയസ്സ് പൂർത്തീകരിച്ച 18 കുട്ടികളെ അവരുടെ കംപ്ലീറ്റ് നിർബന്ധിപ്പിച്ച് അവരുടെ ഡാറ്റകളൊക്കെ വാങ്ങിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് അവരെല്ലാവരും 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു കൊടുത്തു. PSC എഴുതാൻ വേണ്ടി പറഞ്ഞു. PSC എഴുതാൻ വേണ്ടി പറഞ്ഞു. ഒരു കുട്ടി ഇതാ പോലീസിലേക്ക് വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിയെ നിർബന്ധിപ്പിച്ചു, അവൻ അത് എഴുതി. ഇപ്രാവശ്യം ഇതാ ഈ MSPയിൽ പോലീസ് പരേഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സമയം അവൻ പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞ് പോലീസായിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാ. അതിനൊന്നും ഇന്ന കോഴ്സ് എന്നൊരു നിർബന്ധമില്ല കേട്ടാ, നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലുള്ള കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളുണ്ടാകും. ഇനി ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, ഏത് പഠിച്ചാലും ബിസിനസ് രംഗത്തേക്ക് പോകാൻ പറ്റും. ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ മേഖല MBBS ഒന്നുമല്ല, ബിസിനസ് ആണ് എന്നുകൂടി മനസ്സിലാക്കണം.
ബിസിനസ് രംഗത്തേക്ക് വരുന്ന ആളുകൾക്ക് ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും. അതായത് സ്വയം സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി കൊടുക്കുക, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതാണ് പരിപാടി. നിങ്ങൾക്കറിയോ ലോകത്ത് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ആളുകളെ ആരെങ്കിലും നിങ്ങൾക്കറിയോ? ഒരാളുടെ പേര് പറയോ? ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഒരാളുടെ പേരെന്ന് പറഞ്ഞിട്ട് സസ്ന്ന് വരട്ടെ, കുട്ടികൾ പറയും. ലോകത്ത് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ആരെങ്കിലും ഒരാളുടെ പേര് പറയും. നിങ്ങൾ അറിയണ? കേട്ടില്ല? യൂസഫ് അലി ശമ്പളം വാങ്ങണില്ല. യൂസഫ് അലി ജോലി ചെയ്ത് ശമ്പളം വാങ്ങല്ല ചെയ്യണത്, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ലാഭം ഉണ്ടാക്കുക ചെയ്യണത്. വലിയ വലിയ മുതലാളിമാരുടെ പേര് ഇപ്പൊ നിങ്ങൾ പറയും അല്ലേ? വലിയ വലിയ മുതലാളിമാരുടെ പേര് പറയും, വലിയ വലിയ ബിസിനസ് ഓണേഴ്സിന്റെ പേര് പറയും. അവരൊന്നും ശമ്പളം വാങ്ങല്ല, അവരൊക്കെ ലാഭവിഹിതം മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഒരു രക്ഷിതാവ് പറഞ്ഞു, സുന്ദർ പിച്ചെ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ. സുന്ദർ പിച്ചെ ആളുടെ ജോലി എന്താന്ന് ആർക്കറിയാം? കുട്ടികൾ ആരെങ്കിലും അറിയോ സുന്ദർ പിച്ചന്റെ ജോലി എന്താ? സുന്ദർ പിച്ചെ ഗൂഗിൾ എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ CEO ആണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അയാള് ആ ജോലിക്ക് ആദ്യം ജോയിൻ ചെയ്തു 17 കൊല്ലം മുമ്പ് ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സാലറി ഒരു സെക്കൻഡിന് 14 രൂപയും 66 പൈസയായിരുന്നു. ഒരു സെക്കൻഡിന്. ഒരു മിനിറ്റിനപ്പം എത്ര? 990 ചില്ലാനം. 1000 റുപ്യ കൂട്ടിക്കോ. ഒരു മിനിറ്റിന് 1000 റുപ്യ ആണെങ്കിൽ ഒരു മണിക്കൂറിന്റെ സാലറി എത്രയാണ്? ഒരു മണിക്കൂറിന് 1000, ഒരു മിനിറ്റിന് 1000 ആണെങ്കിൽ ഒരു മണിക്കൂറിന് 60,000. ഒരു മണിക്കൂറിന് 60,000 രൂപ ശമ്പളം. അങ്ങനെ 24 മണിക്കൂറിനാണ് ശമ്പളം. അത് തുടക്കത്തിൽ 10-17 കൊല്ലം മുമ്പ്. പിന്നെ പരിഷ്കരിച്ചു. ഒരു സെക്കൻഡിന് 203 രൂപയായിരുന്നു, 330 രൂപ ആയിട്ടുണ്ട്, 500 സംതിങ് ആയിട്ടുണ്ട്, 500 ചില്ലാനം രൂപ 5 കൊല്ലം മുമ്പായിരുന്നു. അന്ന് അയാൾക്ക് ഒരു കൊല്ലത്തിൽ കിട്ടുന്ന ശമ്പളം എത്രയെന്നറിയോ? 1284 കോടി രൂപയാണ് ഒരു കൊല്ലത്തെ അയാളുടെ സാലറി ഉണ്ടായിരുന്നത്. അത് 5 കൊല്ലം മുമ്പത്തെ കഥയാണ്, ഇപ്പത്തെ കഥ അല്ല. ആ സമയത്ത് ഗൂഗിളിന് 84 ഉപവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഇയാളെ തലേന്ന് വന്നതാ. ആ സമയത്ത് അദ്ദേഹം കമ്പനി വിട്ടുപോകാനുള്ള ഒരു സാധ്യത ഉണ്ടായപ്പോ കമ്പനി അവരോട് പറഞ്ഞു, വിട്ടുപോകല്ലേ, ശമ്പളം കൂട്ടിത്തരാന്ന്. ശമ്പളം കൂട്ടിക്കൊടുത്തു. മാത്രല്ല അയാൾക്ക് ഗൂഗിളിന്റെ ഒരു വിഹിതം, ഒരു ഷെയർ സൗജന്യമായിട്ട് കൊടുത്തു. ആദ്യത്തെ കൊല്ലം ലാഭവിഹിതം മാത്രം കിട്ടിയത് $19 കോടി ആയിരുന്നു. ശമ്പളം വേറെയും. ഇപ്പൊ അയാളുടെ ശമ്പളം എത്രയെന്ന് അറിയെങ്കിൽ നെറ്റ് നോക്കണ്ടേ? 2200 ചില്ലാനം കോടി രൂപയാണ് ഇപ്പോഴത്തെ സാലറി ഒരു കൊല്ലത്തില്. നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. സുന്ദർ പിച്ചെ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ, അയാളുടെ ഹിസ്റ്ററി അറിയോ നിങ്ങൾക്ക്? അയാൾ എവിടെ പഠിച്ചത്? അയാൾ എഞ്ചിനീയറാ. ജോലി ചെയ്യണത് മാനേജ്മെന്റിലാ. കാരണം ഇനി വരുന്ന കാലം എന്ന് പറയുന്നത് കിട്ടുന്ന ജോലി എല്ലാവരും ചെയ്യും. കിട്ടുന്ന കോഴ്സ് പഠിക്കല്ലേ, ആ കോഴ്സ് പഠിച്ചനുസരിച്ച് മാത്രമൊന്നുമല്ല ജോലി ചെയ്യണത്. ലണ്ടനില് എൻ്റെ അനുജന് ലണ്ടനിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഇവിടുന്ന് വലിയ കോഴ്സൊക്കെ എടുത്ത് ഡിഗ്രി ഒക്കെ പഠിച്ചിട്ട് അവിടെ പോയിട്ട് PG ഒക്കെ പഠിച്ച് അതിനുശേഷം അവിടെ ജോലിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെ കുറിച്ച് എനിക്കറിയാം. എക്കണോമിക്സിലൊക്കെ വലിയ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പോയ ഒരാളുണ്ട്. അയാള് ലണ്ടനിലെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അയാൾ ഇപ്പൊ ചെയ്യുന്ന ജോലി എന്താ അറിയോ? ഹോം കെയറിങ്. പ്രായമുള്ള തന്താരും തള്ളാരും നോക്കുക, അവരുടെ മലമൂത്ര വിസർജനം വൃത്തിയാക്കുക. അവരുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിന്ന്, PG ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിന്ന്. ചെയ്യുന്ന ജോലി ഹോം കെയറിങ്. ഇവിടുന്ന് സ്വന്തം ഉമ്മാനെ നോക്കൂല, വാപ്പാനെ നോക്കൂല. പക്ഷെ അന്യ നാട്ടിൽ പോയിട്ട് അത് ചെയ്യേണ്ടി വരിക. ഏത് ജോലി ചെയ്യാൻ ഒന്നും പറയാൻ പറ്റൂല. നല്ലോണം ആലോചിച്ചോളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന കോഴ്സ് കണ്ണും ചിമ്മി പഠിച്ചോളൂ. നിങ്ങൾ ഇനി ജോലി കൊടുക്കുന്നത് എങ്ങനെയെന്നറിയോ പ്രിയപ്പെട്ട കുട്ടികളെ? ഇനിയുള്ള കാലത്ത് ജോലി കൊടുക്കുക നിങ്ങളുടെ സ്കില്ല് അനുസരിച്ചാണ്. നിങ്ങളെ വിവരം അനുസരിച്ചല്ല, സ്കില്ല് അനുസരിച്ചാണ്. നിങ്ങളെ സർട്ടിഫിക്കറ്റ് അനുസരിച്ചല്ല, കഴിവനുസരിച്ചാണ്. നല്ല കഴിവുള്ള കുട്ടികളാണെങ്കിൽ, എൻ്റെ കൂടെ ഒരു വാഫി കഴിഞ്ഞ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ. ഞാൻ B.Ed പോയപ്പോൾ ഓൻ പോയത് CS വേണ്ടിയിട്ട്, കമ്പനി സെക്രട്ടറി. അതുവരെ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ച ഒരാള് CS പോകുന്നു, കമ്പനി സെക്രട്ടറി, കൊമേഴ്സിന്റെ രംഗമാണ്. 3 കൊല്ലം CS പഠിച്ചു ചെന്നൈയിൽ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. മലപ്പുറത്ത് ഫോർഡ് എന്ന് പറയുന്ന കാർ കമ്പനിയിൽ ഒരു മാനേജർ ആവശ്യമുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ വന്നു.
നൂറുദ്ദീനും മൂല്യരാണ്, ഓന് കൊടുത്തു. 10-29ഓളം പേര് ഇന്റർവ്യൂക്ക് വന്നു. സെലക്ട് ചെയ്യപ്പെട്ടത് ഈ ചെറുക്കൻ. അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട്, ഇസ്ലാമിക ബാക്ക്ഗ്രൗണ്ട്. അവിടെ വന്നവരൊക്കെ BBA MBA അല്ലെങ്കിൽ BCom MCom MBA അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴ്സ് കഴിഞ്ഞിട്ട് ഇവന് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ CS. സെലക്ട് ചെയ്തത് ഈ മൂല്യരുട്ടിയെ. എന്താ കാര്യം? സ്കിൽ ഉണ്ടായിരുന്നു അവനക്ക്. ഇപ്പൊ അവൻ ഫോർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ സോണൽ മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂല്യരാണ്. പക്ഷെ ഫോർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ സോണൽ മാനേജർ ഇന്റർനാഷണൽ മീറ്റിംഗിൽ പോകുന്നത് അറബി അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഉറുദു അറിയാം, പ്രസംഗിക്കും, ട്രെയിനിങ് എടുക്കും, നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, നല്ല ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതല്ലാതെ പിന്നെന്താ കമ്പനിക്ക് വേണ്ടത്? കമ്പനിക്ക് കഴിവുള്ള ആളുകളാണ് വേണ്ടത്. കഴിവുണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തണം. ഏത് കോഴ്സ് പഠിക്കണമെങ്കിലും കൂടെ പബ്ലിക് സ്പീക്കിംഗ്, എഴുന്നേറ്റ് സംസാരിക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. അങ്ങനെ പഠിച്ച് വിഷയങ്ങൾക്കൊപ്പം നിന്ന് ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ജോലിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മലമറിച്ചിട്ടും കാര്യമില്ല, ജോലിക്ക് ആളെ സെലക്ട് ചെയ്യൂല. പ്രമോദ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. എനിക്ക് 2 പ്രമോദന്മാരുണ്ട് സുഹൃത്തുക്കള്. ഒരെണ്ണം ബാംഗ്ലൂർ, പിന്നെ ഇവിടെ എന്താ പറയുക, പെരിന്തൽമണ്ണയില. അവന് HR മാനേജർ, HR റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ മാനേജറാ. ഇപ്പൊ മുംബൈയിലാണ് പിന്നെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴ്സ് ഏത് കഴിഞ്ഞാലും അവന്റെ ആ ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെടുത്തിട്ട് ഓരോ കമ്പനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവരെ ട്രെയിൻ ചെയ്യും. എന്നിട്ട് 3 മാസം 6 മാസമൊക്കെ ട്രെയിൻ ചെയ്യും. ആ ട്രെയിൻ ചെയ്യണതിന് അവര് ഈ കമ്പനിക്ക് പൈസ കൊടുക്കണം. അതായത് പ്രമോദിന് പൈസ കൊടുക്കണം. അപ്പോ വലിയ പൈസ 45,000, 50,000, 60,000, 1 ലക്ഷമൊക്കെ കോഴ്സിനനുസരിച്ച് അവർ ഫീസ് വാങ്ങും. അത് കഴിഞ്ഞാൽ ഇവർ ഈ കമ്പനിയിൽ ഇന്റർവ്യൂക്ക് കൊണ്ടുപോകും. ഇന്റർവ്യൂന്റെ എല്ലാ ടെക്നിക്കും പഠിപ്പിച്ചു കൊടുക്കും. എല്ലാ സ്കില്ലും ഉണ്ടാക്കി കൊടുത്ത് ഇന്റർവ്യൂ ടെക്നിക്കും പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്ത് ക്വാളിഫൈ ചെയ്താൽ കമ്പനി ഇയാളെ അപ്പോയിന്റ് ചെയ്യും. അയാൾക്ക് ശമ്പളം കൊടുക്കും, നല്ല ശമ്പളത്തിൽ ജോലി എടുക്കും. ഇയാളെ അവിടെ പ്രസന്റ് ചെയ്യുന്നതിന് പ്രമോദിന് ആ കമ്പനി കമ്മീഷൻ കൊടുക്കും. അതാണ് അവരുടെ ജോലി ചെയ്യണത്. ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെ സ്കിൽ ഉണ്ടാക്കി കൊടുക്കല പണി. ഒരു ലീഡർഷിപ്പ് ക്ലാസ്സിൽ അവസരം കിട്ടിയാലേ വിടരുത്, അത് ഏറ്റെടുക്കണം. എന്നിട്ട് ഭംഗിയായിട്ട് ലീഡർഷിപ്പ് പൂർത്തിയാക്കണം. ഒന്ന് എഴുന്നേറ്റ് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ വിടരുത്, എഴുന്നേറ്റ് നിന്നിട്ട് ഗംഭീരമായിട്ട് സംസാരിക്കണം. എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അവസരം കിട്ടിയാൽ വിടരുത്, എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കണം, അഭിപ്രായം പറയണം. അതാണാവട്ടെ പെണ്ണാവട്ടെ ആർജവത്തിൽ മര്യാദക്ക് വളരെ പക്വമായിട്ട് സംസാരിക്കാനുള്ള കഴിവ് ഇനി ഉണ്ടാക്കിയെടുക്കണം. അത് നിർബന്ധമാണ്. ഏത് കോഴ്സ് ചെയ്യണം നല്ല ആലോചിച്ചോളൂ. എഴുതാനും വായിക്കാനും കേട്ട് മനസ്സിലാക്കാനും ലാംഗ്വേജ് ഒരു വിട്ടുവീഴ്ചയില്ലാതെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. ലാംഗ്വേജ് ഏത് കോഴ്സിന് പോയിക്കോ, ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ഒന്നിലധികം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയണം. സ്കില്ലുകൾ നേടിയെടുക്കുക. ലാംഗ്വേജ് സ്കില്ലുകള്, സോഫ്റ്റ് സ്കില്ലുകള്, ഹാർഡ് സ്കില്ലുകള്, ലൈഫ് സ്കില്ലുകള് നേടിയെടുക്കുക. ഇനി സ്കില്ലിന്റെ കാലമാണ്. സ്കില്ലുള്ളവർക്ക് ജോലിയുണ്ട്, അല്ലാത്തവർക്ക് അടുക്കളയിൽ ഉണ്ടാകും ജോലി. പെൺകുട്ടികളാണെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ ഏതെങ്കിലും പൊട്ട ജോലിയും ചെയ്ത് അല്ലെങ്കിൽ ഗൾഫിലെവിടെയെങ്കിലും കയറി സാധാരണ ജോലി ചെയ്ത് ഇറങ്ങാണ്ടി വരും. നല്ല ജോലി കിട്ടണം, രാജ്യത്ത് എവിടെ ആവട്ടെ പുറത്താവട്ടെ, കിട്ടണമെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. സ്കില്ലിന്റെ കാലമാണ്. സ്കിൽ ഇല്ലാണ്ട് നിങ്ങൾക്കറിയോ, ചില യൂണിവേഴ്സിറ്റികള്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒരു പിന്നെ നിയമം ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഒരു ദിവസം 80,000 അടി വെച്ചിരിക്കണമെന്ന്. 80,000 അടി വെച്ചിരിക്കണം എന്നുവെച്ചാൽ ഫിറ്റ് ആവണം. ഭക്ഷണം ഏതും കഴിക്കും, നമ്മൾ കുത്തിക്കേറ്റും, എന്നിട്ടോ കിടന്നുറങ്ങും. രാത്രി 12 മണിക്ക് നമ്മൾ ചിക്കൻ മന്തി കഴിക്കും, എന്നിട്ട് കൂളായിട്ട് കിടന്നുറങ്ങും. എന്റെ പ്രിയ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠിച്ചെടുത്ത് മാർക്ക് വാങ്ങാണെന്ന് വിചാരിക്കേണ്ട. അവനവന്റെ ശരീരത്തെ, അവനവന്റെ നാടിനെ, അവനവന്റെ കുടുംബത്തെ, സമൂഹത്തെ ഒക്കെ സംരക്ഷിച്ച് കൊണ്ടുനടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കണം. അതാ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ മാൻ. വെറുതെ കിട്ടുന്നല്ലത്, നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന കഴിവാണ്. ഏതെങ്കിലും ഒരു കോഴ്സ് പേടി ഞാൻ എന്റെ കുട്ടി ഇന്ന കോഴ്സ് ഒന്നിനും പറ്റൂല വിചാരിക്കണ്ട. കഴിവുള്ള കുട്ടിയാണെങ്കിൽ ഏത് കോഴ്സ് പഠിച്ചാലും ഇനി സ്കോപ്പാണ്. നല്ലോണം പഠിക്കണം, നല്ല സ്ഥലത്ത് പഠിക്കണം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിച്ചുള്ള ഗുണം എന്താ അറിയോ? ഇന്ത്യയിലെ നമ്പർ 1 ഫാക്കൽറ്റീസ് അവിടെ. ഇന്ത്യയിലെ നമ്പർ 1 ഫാക്കൽറ്റീസ്. ജാമ്യ മില്ലിയ യൂണിവേഴ്സിറ്റിക്ക് 21 ഗേറ്റാണ് അല്ലേ? 21 ഗേറ്റാണ് ജാമ്യ മില്ലിയ യൂണിവേഴ്സിറ്റി. ആ ഗേറ്റ് ഇങ്ങനെ ഒപ്പം വെച്ചിക്കല്ല, ഓരോ സ്ഥലത്താണ് വെച്ചിക്ക. അത് ആ സ്ഥലത്തിന്റെ വിസ്തൃതി അറിയിക്കാനാണ് പറയുന്നത്. അത്ര അധികം
വലിയ ക്യാമ്പസുകൾ 1000, 1500, 2000. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിക്കൊക്കെ 3500, 4000-ഓളം ഏക്കർ ഭൂമിയാണ് ഒരു യൂണിവേഴ്സിറ്റിക്ക്. 7 നിലയുള്ള കെട്ടിടം, എൽ ഷേപ്പിലുള്ള കെട്ടിടം, അതിൽ മുഴുവൻ സെൻട്രലൈസ്ഡ് AC. അതാണ് ലൈബ്രറി. 24 അവർ വർക്ക് ചെയ്യുക. ഇതാണ് ജാമിയ മില്ലയും ഹംദർദും JNU ഒക്കെ യൂണിവേഴ്സിറ്റി. അവിടെ പോയാൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ സംസ്കാരമുണ്ട്, അത് പഠിക്കാം. 2 കാര്യം മനസ്സിലാക്കണം. ഒന്ന്, നല്ല ഉൾക്കരുത്തുണ്ടെങ്കിൽ മാത്രം പോവുക. കാരണം നന്നാവാൻ നല്ല ചാൻസ് ആണ്. ഉൾക്കരുത്തില്ലെങ്കിൽ അവിടെ പോയാൽ ബെടക്കാവാൻ ഒന്നാന്തരം ചാൻസ് ആണ്. രണ്ടും പറയണം. 1-2 കാര്യം പറഞ്ഞാല് നിങ്ങൾ വിഷമൊന്നും വിചാരിക്കരുത്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കോണ്ടം ബോക്സുകൾ സ്ഥാപിച്ചു യൂണിവേഴ്സിറ്റിയിൽ. ശബ്ദം ഉണ്ടാവും, പറഞ്ഞു കേൾക്കുമെന്ന് അറിയില്ല. കേൾക്കണ്ട? നമുക്ക് അവസാനിപ്പിക്കാം. കോണ്ടം ബോക്സുകൾ സ്ഥാപിച്ചു. എന്തിന്? 24, 25 വയസ്സുള്ള കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ശരീരത്തിൽ ആവശ്യങ്ങൾ ഉണ്ടാകും, അത് ആരോഗ്യകരമായിട്ട് നിർവഹിക്കാൻ. അത്ഭുതമാണ്. വെറുതെ പറയുന്നതല്ല, കണ്ണോട് കണ്ട കാഴ്ചകളാണ് പറയണത്. ഞാനൊന്നും പറഞ്ഞില്ല. കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. ബാംഗ്ലൂരിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന ബസ്സിൽ കയറി ഒരു ദിവസം യാത്ര ചെയ്താൽ മതി. എന്തിനാ പഠിപ്പിക്കാൻ പറഞ്ഞേക്കണമെന്ന് തോന്നിപ്പോകും. പഠിപ്പിക്കാൻ പറഞ്ഞേക്കണുണ്ടെങ്കിൽ, മക്കള് പഠിക്കാൻ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഉള്ളില് നല്ല ഇസ്സത്തുള്ള, അഭിമാന ബോധമുള്ള, ദീനി ബോധമുള്ള ഒരാൾ ഉള്ളിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം പോയാൽ മതി. അല്ലെങ്കിൽ എവിടെയും പോണ്ട. 5 കാശിന് പറ്റൂല. നിങ്ങൾ MBBS എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പോകുന്നോളി, തോട്ട് കണ്ടിടാ, വേറെ ഒന്നിനും പറ്റൂല. അത്ര മോശമാണ്. മര്യാദക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത്ര മോശം സാഹചര്യം യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഞാൻ കൂടുതൽ പറയണില്ല. കേരളത്തിലെ പ്രശസ്തമായ ഒരു ക്യാമ്പസ് കൊറോണയ്ക്ക് ശേഷം തുറക്കുമ്പോൾ ആ ക്യാമ്പസിന്റെ കവാടത്തിൽ വലിയൊരു ഫ്ലക്സ് ഉണ്ടായിരുന്നു. അതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം വെച്ചതാ. പേരൊന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് സംഗതി മനസ്സിലാവുണ്ടാവും. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം വെച്ചതാ. അതിലെന്താണെന്നറിയോ? പരിപൂർണ നഗ്നരായ സ്ത്രീയും പുരുഷനും പരസ്യമായി വീഴ്ച നടത്തുന്ന ഫോട്ടോ പച്ച കൊടുത്തിരിക്കുക. കാണിക്കാൻ ധൈര്യമില്ലാത്തോണ്ടാ ഇതിലുണ്ടത്. രക്ഷിതാക്കൾക്കാർക്കെങ്കിലും അതിൽ വിശ്വാസഘടനകൾ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരും. എന്റെ നാട്ടില് സലീം അൻവരി എന്ന് പറയുന്ന ഉസ്താദ് വേദിയിലുണ്ടാകുമ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞു. ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ചോദിച്ചു, വാഫി നിങ്ങൾ ഹര ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞതല്ലേ, അത്രയൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചു. ഒന്ന് കാണിക്ക്. ഞാൻ അതെടുത്ത് കാണിച്ചു കൊടുത്തു. അല്ലാഹ് പടച്ചോനെ, അതുള്ളത് തന്നെയാണോ എന്ന്. ഇതിലുണ്ടത്. ധൈര്യം ഉണ്ടൊക്കെ കാണിച്ചു തരും. ഞാൻ ന്യൂഡായിട്ടുള്ള ഫോട്ടോ കൊടുത്തിരിക്കുക. എന്നിട്ട് പറയാ, കണ്ണ് തുറിച്ചു നോക്കണ്ട, നിങ്ങളും വന്ന വഴി ഇതാണ്. ഇത് വിദ്യാർത്ഥി പ്രസ്ഥാനം കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി ചെയ്ത പണിയാ. ഇത് വെറുതെ പറയുന്നതല്ല. വേറൊരു പോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. ആൺകുട്ടി കൂടെ ചുംബിച്ച് നിൽക്കുക. ഇപ്പോഴത്തെ ഒരു പെണ്ണും കൂടെ ചുംബിച്ചിക്കുക. എന്നിട്ട് പറയാ, ആണും പ്രണയിക്കണം, പെണ്ണും പ്രണയിക്കണം. പ്രണയത്തിന് മേൽ ആര് വലച്ചോ ലിംഗാതിർത്തികൾ ഒരിടത്തുമാണ്. അതാ പ്രോത്സാഹിപ്പിക്കുന്നത്. ക്യാമ്പസുകളെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ 5 കാശിന് പറ്റൂല. അപകടകരമായ സാഹചര്യമാണ്. ഞാൻ കൂടുതൽ പറയണില്ല, പേടി തോന്നും. പേടിക്കാൻ വേണ്ടി പറയല്ല, ഓർത്തിരിക്കാൻ വേണ്ടി പറയണം. അറിഞ്ഞിരിക്കണം. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ, രക്ഷിതാക്കൾ നല്ല ദീനി ബോധം കൊടുക്കണം. നല്ല ഉൾക്കരുത്തുള്ള നല്ല ഒരു ആളാണ് കുട്ടി എന്ന് ബോധ്യം ഉണ്ടെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് പഠിക്കാൻ വിടാം. അല്ലെങ്കിൽ വിടാതിരുന്നാൽ പേരയിൽ ഒരു കുട്ടിയുണ്ട്, നല്ല സമാധാനങ്ങൾ ഉണ്ടാവും. പഠിച്ചില്ലെങ്കിലും പഠിക്കാൻ പോകണമെങ്കിൽ നല്ല കരുത്തുണ്ടാകണം, നല്ല കേൾപ്പുണ്ടാകണം. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ ബസ്സിൽ നിന്ന് ഞങ്ങൾ കുറച്ച് കുട്ടികളോട് സംസാരിച്ചു. ഇറങ്ങിയ സമയത്ത് സംസാരിച്ചു. അപ്പൊ അവരില് നല്ല മക്കളുണ്ട്. ഹിന്ദു കുട്ടികളുടെ കൂട്ടത്തിലുണ്ട്, മുസ്ലിം കുട്ടികളുടെ കൂട്ടത്തിലുണ്ട്. അവരോട് ചോദിച്ചു, അവരൊക്കെ നിങ്ങളുടെ കൂടെ പഠിക്കണവരാണോ? അതെ സാർ. ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും, അവരായി അവരുടെ പാടായി, ഞങ്ങളുടെ പണിക്ക് പോവാണ്. 2 വിഭാഗം കുട്ടികളും ആ ബസ്സിലുണ്ട്. അതിലെന്താണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു യാത്ര നടത്തിയാൽ അത് കാണാൻ പറ്റും. ദയവ് ചെയ്തിട്ട് കേരളത്തിന് പുറത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ പഠിക്കാൻ പോകണ്ടെങ്കിൽ നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ഞാനത് അങ്ങനെ തന്നെ ഓപ്പണായിട്ട് പറയാം, ഒന്നും വിചാരിക്കണ്ട. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് പഠിക്കണതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് അങ്ങോട്ട് പോകേണ്ട വഴികളെ കുറിച്ചൊക്കെയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഉൾക്കരുത്തില്ലെങ്കിൽ, താക്കത്തില്ലെങ്കിൽ, അടി ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ പോകണ്ട.
അള്ളാഹു കാക്കട്ടെ. ഞാൻ കൂടുതലൊന്നും പറയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാൻ, ഏതെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കാൻ വേണ്ടി അവസരം തരികയാണ്. ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് ഒന്നും കടക്കണില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ ആ വിഷയങ്ങൾ മാത്രം പറയാം. ഏതായാലും നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നിങ്ങൾക്ക് പോകാം, ധൈര്യമായിട്ട് പോയിക്കോളി. പക്ഷെ ഉള്ളിൽ നല്ല കരുത്തുണ്ടാവണം, നല്ല ഈമാൻ ഉണ്ടാവണം, നല്ല വിശ്വാസം ഉണ്ടാവണം, നല്ല എഴുത്തത്തോടു കൂടി നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. നിങ്ങൾ പോയിക്കോളി, സൂപ്പറായിട്ട് പഠിച്ചു വരാം. അത് ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്തും ഒക്കെ പോകാം, ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എവിടെയും പോണ്ട, വേഗം പെരയിലിരിക്കുക. കാരണം വേണ്ട രക്ഷിതാക്കൾ പറഞ്ഞ മാതിരി കല്യാണം കഴിച്ചു വിടുക, അതെന്നെ മാർഗം. അതല്ല, പഠിക്കണോ, നല്ല ഉൾക്കരുത്ത് കാണിക്കണം. അള്ളാഹു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ചോദ്യങ്ങൾ ചോദിച്ചാൽ അറിയുന്ന പോലെ ഉത്തരം പറയും. ചോദിക്കട്ടോ മക്കളെ. മടിയും കുറവൊന്നും ഞാൻ നേരത്തെ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ ഉണ്ടാകാൻ പാടില്ല. ധൈര്യമായിട്ട് എഴുന്നേറ്റ് ചോദിക്കാനുള്ളത് ചോദിക്കുക. മൈക്ക് വേണ? മൈക്ക് വേണമെങ്കിലേ കൊടുക്ക. ഓൺ ചെയ്തിട്ടുണ്ടാവില്ല. അത് ഓണാക്കാൻ പോകണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. 4:15 4:20 മക്കൾ ആരെങ്കിലും ഒരു ചോദ്യങ്ങളും ചോദിക്കണേ. കാരണം അത് പ്രതീക്ഷിക്കുന്നുണ്ട്, സംഘാടകരും അത് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാ. അത് ആർക്കാണ്? ചോദിച്ചോ, ധൈര്യമായിട്ട് ചോദിച്ചോ. കോഡ്ലെസ് അതാ 2 മൈക്കുണ്ട്. വാങ്ങിക്കടാ, ചോദിച്ചോ. നിങ്ങൾ ആരെങ്കിലും വെരി ഗുഡ്. ഒരാൾ ചോദിച്ചു എന്ന് പറയുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. കൺഗ്രാറ്റ്സ്. ഓണാക്ക്. എൻ്റെ പേര് ഫാത്തിമ മിൻഷ. ഞാൻ +2 ഇപ്പോൾ കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റാണ്. എനിക്ക് ജിയോളജി എടുക്കാൻ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ പലരും പറയുന്നുണ്ട് സയൻസ് എടുത്തവർക്ക് മാത്രമേ ജിയോളജി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്താ? ജിയോളജി ഇപ്പോൾ +2 കഴിഞ്ഞോ? MES പൊന്നാനി MES ജിയോളജി ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ട് അല്ലേ? ജിയോളജിയിൽ സയൻസ് എടുത്ത പോകണ ഭാഗമുണ്ട്, അല്ലാത്ത വിഷയം എടുത്തിട്ട് പോകണം. ജിയോഗ്രഫി കഴിഞ്ഞ് ജിയോളജി പോകണുണ്ട്. എന്താ ഉദ്ദേശം അത് പറയോ? ജിയോളജിസ്റ്റ് ആവാനെന്നുള്ള. ഇപ്പൊ ഏതാ എടുക്കണത്? ഇപ്പൊ എടുത്തത് ഏതാ? ജിയോളജി ഉണ്ടോ? ജിയോഗ്രഫി ഉണ്ടോ? ജിയോളജി ഉണ്ട്. ധൈര്യമായിട്ട് പോ. ജിയോളജി അതിലുണ്ടെങ്കിൽ എൻ്റെ +2 എന്താണോ ഉള്ളത് അതിന് എനിക്ക് ഡിഗ്രിക്ക് പോകാം. ധൈര്യമായിട്ട് പോയിക്കോ. മാത്രമല്ല അതിലൊരു സാധ്യത എന്താ വെച്ചാൽ ജിയോളജിന്റെ പോസ്റ്റിംഗ് കുറവായിരിക്കും, ഗവൺമെന്റ് പോസ്റ്റിംഗ് കുറവായിരിക്കും. പക്ഷെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സ്കോപ്പാണ്. കുറെ കുട്ടികൾ ഇതേമാതിരി ചോദിക്കാറുണ്ട്. ഈ എന്താ പറയാ, ഫോറൻസിക് സയൻസ് അല്ലേ, ഒക്കെ ഒരു ഹൈബ്രിഡ് സാധനങ്ങളാണ്, പുതിയ സാധനമാണ്, ഹൈബ്രിഡ് ആണ് ഫോറൻസിക് ഒക്കെ. ഫോറൻസിക് സയൻസ് ഒക്കെ നല്ല സാധനമാണ്, കിട്ടിയാൽ നല്ലതാണ്. പക്ഷെ പോസ്റ്റിംഗ് കുറവാണ്, അതറിയണം. പോസ്റ്റിംഗ് കാണുന്നുണ്ടെങ്കിൽ ആ കോഴ്സ് എടുക്കണം, എത്രയും പെട്ടെന്ന് എടുത്ത് വയ്ക്കും. ഇനി ഒന്നത്, വേറൊന്ന്, ഇനി പോസ്റ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കേണ്ട. അതിൽ ജിയോളജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ വെറും ജിയോളജിസ്റ്റ് മാത്രമല്ല, അതിൽ ലെക്ചറിങ് നടത്താം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, PG ചെയ്യാം.
ജിയോളജി PG ചെയ്യാം. ജിയോളജി PG ചെയ്യുമ്പോൾ നെറ്റ് ചെയ്യാം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. അതിൽ JRF ക്വാളിഫൈ ചെയ്താൽ അതിന്റെ റിസർച്ചിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകാം. നല്ല സ്റ്റൈപ്പൻഡ് കിട്ടും. ജിയോളജിയിൽ റിസർച്ച് ചെയ്തിട്ട് ജിയോളജിസ്റ്റ് ആയിട്ട് മാറും ചെയ്യും. ജിയോളജിസ്റ്റ് സയന്റിസ്റ്റ് ആയിട്ട് മാറും. മനസ്സിലായോ? പൊന്നിയിൽ MS ഉണ്ട്, ഞാൻ പറഞ്ഞോ. പൊന്നാനി MS ഉണ്ട്. പൊന്നാനി MS ജിയോളജി ജോയിൻ ചെയ്യാം. മോള് ഡിഗ്രിക്കൊക്കെ ഒരു കാര്യം ചെയ്തോണ്ടേ, CUT എഴുതാൻ ശ്രമിച്ചോണ്ടേ. +2 കഴിഞ്ഞിട്ട് ഇപ്പൊ +1 അല്ലേ, ഇപ്പൊ +2 ആണ്. ആ CUT എഴുതിണ്ടാ? എവിടെ എഴുതിക്കണത്? മൈക്കൊന്ന് കൊടുക്ക്. CUT എഴുതി? ഏതിനാ? ഞാൻ എക്കണോമിക്സും പൊളിറ്റിക്സും മാത്രമേ കൊടുത്തോളൂ? ഇംഗ്ലീഷും ജനറലും എഴുതിയിട്ടുണ്ട്. ആണോ? ഇത് എഴുതിയില്ല? ജിയോളജിന്റെ എഴുതിയില്ല? ഇല്ല. ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇന്റഗ്രേറ്റഡ് PG ഉണ്ട് ജിയോളജിയിൽ. +2 കഴിഞ്ഞവർക്കുള്ളത് ജിയോളജിയിൽ ഇന്റഗ്രേറ്റഡ് PG എന്ന് വെച്ചാൽ ജിയോളജി BSc ഡിഗ്രിയും PGയും ഒന്ന് ചെയ്യാൻ പറ്റും. നല്ല സൗകര്യങ്ങളാണ്, ധൈര്യമായിട്ട് പോകാം. ജിയോളജി എടുത്ത വേറൊരു ഗുണം എന്താ വെച്ചാലേ, +2 ജിയോളജി ഉണ്ടെങ്കിലേ ആർക്കിയോളജിക്കും പോവാട്ടാ. ആർക്കിയോളജിക്ക് പോവാം, നല്ല സ്കോപ്പാ. ആർക്കിയോളജി അറിയോ? കുഴിച്ചെടുത്തിട്ടേ സാധനങ്ങളൊക്കെ അറിയില്ലേ? ആർക്കിയോളജിക്കൽ അതിന്റെ ജോലി നിറയെ കുഴിച്ചെടുക്കുന്ന സാധനങ്ങളുണ്ട്, പഴയ കാലത്തെ സാധനങ്ങൾ, അതിന്റെ കാലപ്പഴക്കം, അതിന്റെ സംരക്ഷണം, അത് കുഴിച്ചെടുക്കല്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. കുഴിച്ചെടുക്കുന്ന പരിപാടികളാണ് കേട്ടോ. അങ്ങനെ പഴയ സാധനങ്ങളൊക്കെ, അത്തരം സംഗതികളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഡൽഹിയില് ആർക്കിയോളജിക്കൽ മ്യൂസിയത്തില്, കേരളത്തിലെ പിന്നെ എവിടുത്തെ മലപ്പുറത്ത് ഒരു മുഹമ്മദ് സാഹിബ്, സാർക്ക് പരിചയമുള്ള ആളെന്ന് പറഞ്ഞു, ഒരു മുഹമ്മദ് സാഹിബ് ഉണ്ട്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ഒരുപാട് ജോലികൾ അവസരമുണ്ട്, നല്ല അവസരം ഒക്കെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട്, കുഴിച്ചെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ജോഗ്രഫി, ജിയോളജി, ആർക്കിയോളജി ആ രംഗത്തൊക്കെ പോകാൻ പറ്റും. സൂപ്പറായിട്ട് പോകാം. വേറെ ഇനി എന്തെങ്കിലും ആരെങ്കിലും ബോയ്സ് ഒന്നും ചോദിച്ചില്ലടാ? എന്താ ചോദിക്കണ്ട മോള്? മോളെന്താ ചോദിക്കണ്ട? അവിടെ ബാക്കില് ഇല്ല? കഴിഞ്ഞ ചോദ്യങ്ങൾ കഴിഞ്ഞോ? എന്തായാലും അള്ളാഹു വിജയിപ്പിക്കട്ടെ. നല്ല അക്കലും ഫഹമും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മാതാപിതാക്കൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞേക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും നേടിയെടുക്കണം. നന്നായി വായിക്കണം, പഠിക്കണം, പടച്ചവനോട് സംസാരിക്കണം, മുനാജാത്ത് നടത്തണം. ഏത് കോഴ്സിന് പോണതിന് മുമ്പ്, തീരുമാനം ഫൈനൽ ചെയ്യുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഇസ്തിഖാറത്ത് ഖൈറാണോ എന്ന് അറിയില്ല, അത് അള്ളാഹ്ക്കറിയാം. അള്ളാഹിനോട് ചോദിക്കുക, പടച്ചോനെ ഇത് എനിക്ക് ഖൈറാണോ? ഖൈറാണെങ്കിൽ അടുപ്പിച്ച് തരണം, ഷെറാണെങ്കിൽ എന്നെ വിട്ടെടുത്തി തരണം എന്നും പറയണം. ഏത് കോഴ്സിലേക്ക് പോകുമ്പോൾ അവസാനം അത് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പോകണം. അള്ളാഹു സഹായിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹ് തോന്നിപ്പിക്കും, ധൈര്യമായിട്ട് അത് എടുത്തു പോകുക. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ വൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ വനഊദു ബിക മിൻ ഹാലി അഹ്ലിൻ നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما واجعلنا للمتقين اماما واجعلنا للمتقين اماما. اللهم رب ارحم والدينا كما ربونا صغارا امين برحمتك يا ارحم الراحمين. والسلام عليكم. ദുആ കൊണ്ട് വസിച്ചു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. 9562086086 9562086086. ഓക്കെ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്.
വിളിച്ചാൽ പെട്ടെന്ന് കിട്ടിക്കോളുന്നുണ്ടാവില്ല, പെട്ടെന്ന് ആൻസർ ചെയ്തോളുന്നുണ്ടാവില്ല. വാട്സപ്പ് ചെയ്തിട്ടാൽ ഏതെങ്കിലും സമയത്ത് ഫ്രീ ടൈമുകളിലൊക്കെ മറുപടി കിട്ടിയെന്ന് വരും. കാരണം എല്ലാ സമയത്തും ഞാൻ നമ്മുടെ ദർസിൽ നമ്മുടെ നാട്ടുകാരനായ വിദ്യാർത്ഥി തന്നെയാണ് മുഹമ്മദ് അജ്സൽ. അത് കൊടുക്കുന്നത് നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ടുള്ള സിദ്ദീഖുൽ അക്ബർ സാറാണ്. അടുത്തതായി മുസ്തഫ മുസ്ലിയാർ മമ്പുറാണ്. ഡിസ്റ്റിങ്ഷൻ നേടിയതാണ്. ജമിയത്തുൽ മുദ്ദരിസിൻ സംസ്ഥാന ദർസ് വാർഷിക പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ നേടിയിട്ടുണ്ട് മുസ്തഫ മമ്പുർ. അടുത്തത് സമസ്ത പൊതുപരീക്ഷയിൽ ടോപ്പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ പേരുകളാണ് പറയുന്നത്. മുഹമ്മദ് റഷാദ് എം, മുനീറുൽ ഇസ്ലാം മദ്രസ നൂർ. നമ്മുടെ ഈ മദ്രസയിലെ മുഹമ്മദ് റഷാദ് എം പൊതുപരീക്ഷയിൽ ടോപ്പ്ലസ് നേടിയതാണ്. അത് കൊടുക്കുന്നത് സിദ്ദീഖ് ഹാജിയാണ്, മഹല്ല് സെക്രട്ടറി സിദ്ദീഖ് ഹാജി. അടുത്തത് ഫാത്തിമ നഫ്ല കെ, സമസ്ത പൊതുപരീക്ഷയിൽ ടോപ്പ്ലസ് നേടിയ ഫാത്തിമ നഫ്ല കെ. അത് നൽകുന്നത് സിദ്ദീഖ് ഹാജി തന്നെയാണ് അത് കൊടുക്കുന്നത്. ഈ മദ്രസയിലെ വിദ്യാർത്ഥി തന്നെയാണ്. മുഹമ്മദ് ഷിഫിൻ വി പി, മുനവ്വിറുൽ ഇസ്ലാം ഹാജി ബസാർ. അബ്ദുൽ ഖാദർ ഹാജിയാണ് മൊമൻറ്റോ കൊടുക്കുന്നത്. മുഹമ്മദ് ഷിഫിൻ വി പി, മുനവ്വിറുൽ ഇസ്ലാം ഹാജി ബസാർ. അടുത്തത് മുഹമ്മദ് സുഹൈൽ പി, മുനവ്വിറുൽ ഇസ്ലാം മദ്രസ ഹാജി ബസാർ. സമസ്ത പൊതുപരീക്ഷയിൽ ടോപ്പ്ലസ് നേടിയ വിദ്യാർത്ഥിയാണ്. അത് നൽകുന്നത് സലാം ഫൈസിയാണ് കൊടുക്കുന്നത്. അടുത്തത് ഇഷ ഫഹ്മ കെ ഇ, മുനവ്വിറുൽ ഇസ്ലാം മദ്രസ ഹാജി ബസാർ. അത് കൊടുക്കുന്നത് അബ്ദുൽ ഗഫൂർ കെ പി. ഇഷ ഫഹ്മ കെ ഇ, മുനവ്വിറുൽ ഇസ്ലാം മദ്രസ ഹാജി ബസാർ. അടുത്തത് ഫാത്തിമ അൻഷിദ പി, മുനീറുൽ ഇസ്ലാം മദ്രസ പാലത്തിങ്ങൽ മദ്രസയിലെ ഫാത്തിമ അൻഷിദ പി. സമസ്ത പൊതുപരീക്ഷയിൽ ടോപ്പ്ലസ് നേടിയ വിദ്യാർത്ഥിനി ഫാത്തിമ അൻഷിദ പി. അത് കൊടുക്കുന്നത് മൻസൂർ മാസ്റ്റർ. അടുത്തത് മുഹമ്മദ് മുഫീദ് പി പി, മുനീർ ഇസ്ലാം പാലത്തിങ്ങൽ. മുഹമ്മദ് മുഫീദ് പി പി, മുനീറുൽ ഇസ്ലാം പാലത്തിങ്ങൽ മദ്രസയിലെ വിദ്യാർത്ഥിയാണ്. അടുത്തത് SSLC ഫുൾ A+, മുഹമ്മദ് സൈഹിൻ PC. നൽകുന്നത് മുനീറുൽ ഇസ്ലാം സെക്രട്ടറി യൂസഫ് മാസ്റ്റർ. അടുത്തത് അബ്ദുൽ ഹാദി കെ വിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പിതാവ് അംസ കെ വി ക്ഷണിച്ചു. നൽകുന്നതിന് വേണ്ടി അംസ ഹാജി കെ പി.
അടുത്തതായി SLC ഫുൾ A+, നന്ന ഫാത്തിമ PT, സുനീർ P, സുനീർ N, നന്ന ഫാത്തിമ PT, നൽകുന്നത് സുനീർ. അടുത്തത് ഫാത്തിമ അർഷ കെ, നൽകുന്നത് കാസിമി ഹാജി KP, കുന്നത്തുപറമ്പിൽ കാസിമി ഹാജി. ഫാത്തിമ ഹർഷ കെ. അടുത്തത് SLC 9+, ആനിയ EK, നൽകുന്നത് മഹല്ല് സെക്രട്ടറി സിദ്ദീഖ് ഹാജി. അടുത്ത ഫാമിസ് കെ, നൽകുന്നത് അബ്ദുൽ ഖാദർ ഹാജി. അടുത്ത +2 ഫുൾ A+, ആയിഷത്തുൽ ലബീബ, നൽകുന്നത് അബ്ദുൽ ഖാദർ ഹാജി. +2 ഫുൾ A+, അദ്ദേഹത്തിൻ്റെ പിതാവാണ് വന്നു വെക്കുന്നത്. +2 5 A+, ഫാത്തിമ മിൻഷ കെ, നൽകുന്നത് നമ്മുടെ മുഖ്യാതിഥി സിദ്ദീഖുൽ അക്ബർ വാഫി. കഴിഞ്ഞു. നമ്മുടെ ഈ മഹത്തായ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അക്കാദമിക് കമ്മിറ്റി അംഗം കൂടിയായ മൻസൂർ മാസ്റ്റർ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത അമീനുൽ ഫൈസി, ഇവിടെ നമുക്ക് നല്ല ഒന്നാന്തരം മോട്ടിവേഷൻ ക്ലാസ് നൽകിയ സിദ്ദീഖുൽ അക്ബർ വാഫി, ഇതിൻ്റെ അധ്യക്ഷൻ വഹിച്ച സിദ്ദീഖ് ഹാജി, വേദിയിൽ അബ്ദുൽ ഖാദർ, കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൽ ഖാദർ ഹാജി, യൂസുഫ് മാസ്റ്റർ, യൂസഫ് മേഡമൽ, സുബൈർ മേഡമൽ, സലാം ഫൈസി, സുനീർ, അംസ ഹാജി, അംസ KV, കാസിം ഹാജി, അതുപോലെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യക്ഷൻ്റെ അനുമതിയോടെ എല്ലാവർക്കും ഒറ്റ വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ പിരിച്ചുവിട്ടായി 3 സ്ഥലത്തോടു കൂടി പിരിച്ചുവിട്ടായിരിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. അസ്സലാമു അലൈക്കും.